എക്സലന്റ്. അപ്പോ നമ്മള് ഇന്നത്തെ സെഷനില് ബേസിക്കലി ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെർഫോമൻസിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, നമ്മുടെ പ്രകടനത്തെ എങ്ങനെ വേണം നമ്മൾ അടുത്ത തലത്തിലേക്ക്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള പരിശീലന പരിപാടിയാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ പറയാണ്. എവ്രി വൺ കം ഓൺ വീഡിയോ, എല്ലാവരും വീഡിയോയിൽ വരിക. അത് ഒരുപക്ഷെ നിങ്ങളുടെ വീട് ഇപ്പോ ബാക്കിലത്തെ എന്തെങ്കിലും കട്ടയ്ക്ക് എന്തെങ്കിലും പാടുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നല്ലൊരു മുറി ഇല്ലാന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാനും ഇപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴയ വീട്ടിലാ. ഒരു രണ്ടര വീട് കോട്ടയത്തുണ്ട്. എനിവേ ഇപ്പൊ താമസിക്കുന്നത് ഒരു ഓടിട്ട വെള്ളം വീഴുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ ആണെങ്കിലും ഞാൻ ഈ സൂം സെഷൻ എടുക്കുന്ന സമയത്ത് വീഡിയോയിൽ വരാറുണ്ട്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ക്ലാസ് എടുക്കുകയാണെങ്കിലും വീഡിയോയിൽ വരാറുണ്ട്. അതിലൊന്നും ആരും ഒരു മോശം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ആ അവസ്ഥയിൽ നിന്നും അടുത്ത തലത്തിലേക്ക് പോവാനാണല്ലോ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എവ്രി വൺ കം ഓൺ വീഡിയോ, എല്ലാവരും വീഡിയോയിലേക്ക് വരാം. നമ്പർ 1. നമ്പർ 2, ബി സീരിയസ്. ഈ ഒരു മണിക്കൂർ സീരിയസ് ആയി തന്നെ ഇരിക്കുക. വെറുതെ മൊബൈൽ സൈഡിൽ വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് കിടന്ന് ഉറങ്ങാനോ, അല്ലെങ്കിൽ മൊബൈല് ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ വെറുതെ അവിടെ ഇരിക്കാനൊന്നുമല്ല, മറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു സെഷനെ ടോട്ടലി അറ്റൻഡ് ചെയ്യാനും ടോട്ടലി മനസ്സിലാക്കാനും എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്പർ 3, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇടയ്ക്ക് നിങ്ങൾക്ക് ഫോൺ കോൾസ് വന്നേക്കാം. ആ ഫോൺ കോൾസ് വരുന്ന സമയത്ത് ദയവായി അവർക്ക് റിപ്ലൈ ആയിട്ട് ഐ വിൽ കോൾ യു ബാക്ക്, ഞാൻ തിരിച്ചു വിളിക്കാം എന്നുള്ളൊരു മെസ്സേജ് അയക്കുക. ഇടയ്ക്ക് സെഷനിൽ നിന്ന് പോയതിനു ശേഷം ഇപ്പൊ 500 പേരായാലും 430 500 പേരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കയറാൻ പറ്റണമെന്നില്ല. അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫൈനലി, ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് സെഷൻ ഇരിക്കാൻ തയ്യാറാവുക. ഒരു പേപ്പർ ആൻഡ് പെന്ന് എടുത്തുകൊണ്ട് സെഷൻ ഇരിക്കാൻ തയ്യാറാവുക. എല്ലാവരുടെയും ഒരു പേപ്പറും പേനയും കാണുന്നില്ല. ഞാനൊരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം തരാം. പ്ലീസ് ടേക്ക് എ പേപ്പർ ആൻഡ് പെൻ. ഒരു പേപ്പറും പെന്നും എടുത്ത്, ഒരു ബുക്കും പേനയും എടുത്ത് നിർബന്ധമായിട്ടും എല്ലാവരും ഇരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ ടേക്ക് യുവർ ബുക്ക് ആൻഡ് പെൻ ആൻഡ് അത് റെഡിയാക്കിയതിനു ശേഷം 1 എന്ന് ഒന്ന് മെസ്സേജ് അയച്ചേക്കും. 1 എന്നെല്ലാവരും മെസ്സേജ് അയച്ചാൽ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ബുക്കും പേനയും എടുക്കുക. ദെൻ 1 എന്ന് ഒന്ന് ജസ്റ്റ് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കാരണം നമ്മള് പെർഫോമൻസിന്റെ അടിസ്ഥാനമായ ഘടകം നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ പരിശീലിക്കുന്ന കാര്യമാണെങ്കിലും അത് നമ്മളിലേക്ക് ആവാഹിക്കുക അല്ലെങ്കിൽ നമ്മൾക്കുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പെർഫോമൻസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ആ സ്റ്റെപ്പ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബുക്കും പേനയും അനിവാര്യമാണ്. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ നിലവിലത്തെ കഴിവുകൾ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നിലവിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രകടനം എങ്ങനെ കുറച്ചുകൂടി മികച്ചതാണ്. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, സാധാരണ ഒരു വ്യക്തിയും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ വ്യക്തിയും നമ്മൾ വ്യത്യാസം. ചിലർ നമ്മൾ പറയാറുണ്ട്, അവര് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ എക്സ്ട്രാ ഓർഡിനറി ആണ്. സാധാരണ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഓർഡിനറി എന്ന് വിളിക്കുന്നെങ്കിൽ ചിലർ ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഓർഡിനറിയും എക്സ്ട്രാ ഓർഡിനറിയും നമ്മൾ വ്യത്യാസം എന്ന് ചോദിച്ചാല് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു കുഞ്ഞു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആ എക്സ്ട്രാ എന്ന വാക്കാണ് അവിടെ വ്യത്യാസം വരുന്നത്, അല്ലെ? അതേപോലെ പ്രകടനത്തിലും ഒരു സ്റ്റെപ്പ് കൂടുതൽ, ഒരടി കൂടുതൽ, ഒരു തലം മേളിൽ, ഒരു +1, ആ എക്സ്ട്രാ ആണ് ഒരു വ്യക്തിയെ സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരനാക്കി മാറ്റുന്നത്. നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അതിശക്തമായ ഒരു വേർഷനുണ്ട്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ആ മനുഷ്യന്റെ അതിശക്തനായ മറ്റൊരു വേർഷനുണ്ട്. ആ വേർഷനെ എപ്പോഴാണോ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ വേർഷനെ പുറത്തെടുക്കാനായിട്ട് എപ്പോഴാണോ നമ്മൾ ശക്തമായി തീരുമാനമെടുക്കുന്നത്, ആ സമയം മുതലായിരിക്കും നമുക്ക് അടുത്ത തലത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്. അപ്പൊ ആ ലിറ്റിൽ എക്സ്ട്രാ എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം പരിശോധിക്കാൻ പോകുന്നത്. ആർ യു റെഡി? റെഡി ആണോ എല്ലാവരും? ഇങ്ങനെ ഒന്ന് കാണിച്ച് റെഡി ആണെങ്കിൽ ആർ യു റെഡി? ആർ യു റെഡി? വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. എല്ലാവരും മോഹൻ ചേട്ടൻ കാണിക്കുന്നുണ്ട്, രാധ മാഡം കാണിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സാലിയ മാഡം കാണിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. അപ്പോ
പെർഫോമൻസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ഒരു 100 പേരെ ഫോൺ വിളിച്ചാൽ അത് പെർഫോമൻസ് ആണോ? ആണെങ്കിൽ ആണ് എന്നർത്ഥം വരുന്നതിൽ എ എന്നും അല്ലെങ്കിൽ എൽ എന്നും കമന്റ് ചെയ്യുക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ 100 പേരെ ഫോൺ വിളിച്ചാൽ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് നമ്മൾ വൈകുന്നേരം വരെ കൊണ്ട് ഒരു 100 പേരെ പോയി കണ്ടാൽ, അല്ലെങ്കിൽ നമ്മളെ ടീമിലുള്ള ഒരു 100 പേരെ വിളിച്ച് സംസാരിച്ചാൽ അത് പെർഫോമൻസ് ആണോ അല്ലയോ? ആണ് എന്നും അല്ല എന്നും അഭിപ്രായമുണ്ട്. മാറി മാറി വരികയാണ്. അല്ല എന്ന് കുറെ പേര് പറയണു, അല്ല എന്ന് പറയുന്നുണ്ട്, ആണ് എന്നിടയ്ക്ക് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് 2 വാക്കുകളാണ്, എഴുതി വെച്ചോളൂ. പെർഫോമൻസ് ആൻഡ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്, 2 കോൺസെപ്റ്റുകളുണ്ട്. ഒന്ന് ആക്ടിവിറ്റി ആണ്, മറ്റേത് പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ ഒന്ന് പെർഫോമിംഗ് ആണ്, മറ്റേത് പെർഫോമൻസ് ആണ്. ഇത് തമ്മിൽ വ്യത്യസ്തത ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്, ഈ 1 മണിക്കൂർ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് വെറും ആക്ടിവിറ്റി മാത്രമാണ്. പക്ഷെ ഈ 1 മണിക്കൂറിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ മാറ്റം ഉണ്ടാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്താൽ അത് പെർഫോമൻസ് ആണ്. അതായത് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. പക്ഷെ അതിന് നിങ്ങളൊരു മാറ്റം ഉണ്ടായാൽ ദെൻ ദിസ് ഈസ് എ പെർഫോമൻസ്. ഇപ്പോ വേറൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ കുട്ടികളിലെയൊക്കെ കലോത്സവത്തിൽ ചിലപ്പോ ഡാൻസ് കാണും, അതുപോലെ തന്നെ ആനുവൽ ഡേക്കും ഡാൻസ് കാണും. ആനുവൽ ഡേക്ക് കളിക്കുന്ന ഡാൻസും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പിള്ളേർ കളിക്കാറ്. പക്ഷെ ആനുവൽ ഡേക്ക് കളിക്കുന്ന ഡാൻസ് പെർഫോമിങ്ങും കലോത്സവത്തിൽ കളിക്കുന്ന ഡാൻസ് പെർഫോമൻസും ആണ്. പിടികിട്ടിയ? ഒന്ന് പെർഫോമിംഗ് ആണ്, മറ്റേത് പെർഫോമൻസ് ആണ്. എന്താണ് അതിന്റെ വ്യത്യാസം എന്ന്, പെർഫോമൻസ് എന്താണെന്ന് കുറച്ച് നമ്മൾ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കും. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ആക്ടിവിറ്റി എന്ന് പറയുന്നതല്ല ഒരിക്കലും പെർഫോമൻസ്. സാറേ, ഞാൻ ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം ഞാൻ 10 പേരെ ഫോൺ വിളിച്ചു, ഇന്നത്തെ ദിവസം 50 പേരെ ഞാൻ അതിനുശേഷം അപ്പോയിന്റ്മെന്റിന് വേണ്ടി വിളിച്ചു, അതിലൊരു 10 പേരെ പോയി കണ്ടു, 10 പേരുടെ അടുത്ത് പ്ലാൻ പറഞ്ഞു, 10 പേരെ ഫോളോ അപ്പ് ചെയ്തു. ഇതെല്ലാം ആക്ടിവിറ്റിയാണ്, ഇതൊന്നും പെർഫോമൻസ് അല്ല. അപ്പൊ പിന്നെ പെർഫോമൻസ് എന്താ? ഇതെല്ലാം ആക്ടിവിറ്റി ആണെങ്കിൽ പെർഫോമൻസ് പിന്നെ എന്താണ്? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. 2, വർക്ക് ആൻഡ് പ്രൊഫഷൻ. ഒരു പണി എടുക്കുന്നതും ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വർക്ക് ചെയ്യുന്ന വ്യക്തി എപ്പോഴും ജീവിച്ചു പോകാൻ വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ആ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ 10 മണിക്ക് കൃത്യമായിട്ട് വരുന്നു, വൈകിട്ട് 5 മണി വരെ പണിയെടുക്കണു, പണി കഴിയുന്നു, വീട്ടിൽ പോകണു. അതൊരു വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ നേച്ചർ ആണെങ്കിൽ ആ വ്യക്തി ആ വർക്ക് ചെയ്യുന്നത് നിലനിന്ന് പോകാനാണ്, സർവൈവ് ചെയ്യാനാണ്. പക്ഷെ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ച് അയാൾ പണിയെടുക്കുന്നത് നിലനിന്ന് പോകാനല്ല, മറിച്ച് എല്ലാ കാര്യത്തിലും എക്സലന്റ് ആയി കാര്യങ്ങൾ ചെയ്യാനാണ്. എക്സലൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം ഏറ്റവും മഹനീയമായ രീതിയിൽ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രത്യേക വാല്യൂ, അതാണ് ഒരു പ്രൊഫഷണലിനെയും ഒരു വർക്കറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു പണിയാണ് എന്ന് കരുതി ഒരു വ്യക്തി ഉണ്ടാക്കുന്നതും കഴിക്കുന്ന ഓരോ വ്യക്തികൾക്കും സന്തോഷത്തോടുകൂടി ആ സാമ്പാർ കഴിക്കണമെന്ന് ചിന്തിക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ഏറ്റവും മികച്ച സാമ്പാർ ആക്കണം എന്ന് ചിന്തിച്ച ഒരാൾ ഉണ്ടാക്കിയാൽ ഈസ് എ പ്രൊഫഷണൽ. എന്റെ പണി സാമ്പാർ ഉണ്ടാക്കലാണ്, ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടും എന്ന് ചിന്തിച്ചുണ്ടാക്കിയാൽ ദാറ്റ് ഈസ് വർക്ക്. വർക്ക് എപ്പോഴാണോ വർഷിപ്പായി മാറുന്നത് അപ്പോഴാണ് ഒരു പ്രൊഫഷനായി മാറുന്നത്. വർക്കിനെ ഒരു വർഷിപ്പിനെ പോലെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പ്രൊഫഷണലായി മാറും. അപ്പോ വർക്കും പ്രൊഫഷനും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയുക. ആക്ടിവിറ്റിയും പെർഫോമൻസും രണ്ടും രണ്ടാണെന്നും തിരിച്ചറിയുക. അപ്പൊ എവിടെയാണ് വ്യത്യാസമുള്ളത് നമ്മൾ സംസാരിക്കാം. പെർഫോമൻസ് ഒരിക്കലും ഒരു മോഷൻ അല്ല, ഒരു അനക്കം തട്ടി ഒരു കാര്യം ജസ്റ്റ് അനങ്ങി എന്നതുകൊണ്ട് അവിടെ പെർഫോമൻസ് നടക്കില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു മോഷൻ അല്ല, കേവലം ഒരു ആക്ഷൻ അല്ല, മറിച്ച് ഒരു ഇന്റൻഷണൽ ആക്ഷൻ ആണ്. ഉള്ളിൽ തട്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബേണിംഗ് ആയി, ഒരു കത്തുന്ന ഇന്റൻഷനോടെ എടുക്കുന്ന ആക്ഷനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ആക്ഷന് ഡിസയേർഡ് റിസൾട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ആകണമെങ്കിൽ വെറുതെ ആക്ഷൻ എടുത്തുകൊണ്ട് കാര്യമില്ല.
അത്ര കണ്ട് കത്തുന്ന ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ഷൻ എടുത്താലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ ഉസ്താദ് ഹോട്ടലില് സുലൈമാനിയിൽ ആ മുഹബത്തിന്റെ അംശം എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന ആക്ഷനിൽ ആ ഇന്റൻഷൻ അത്രയും പരിശുദ്ധമായി പവിത്രമായി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിന്, നമ്മൾ എടുക്കുന്ന ആ ഒരു വർക്കിന്, നമ്മൾ ആ പ്രൊഫഷണൽ വഴി ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയുക. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എടുക്കുന്ന ആക്ഷൻ ഇന്റൻഷണൽ ആയിരിക്കണം, ഉള്ളിൽ തട്ടിയായിരിക്കണം. എങ്കിലേ അവിടെ പെർഫോമൻസ് സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ കേവലം ഒരു ആക്ടിവിറ്റി മാത്രമാണ് സംഭവിക്കുന്നത്. ആക്ടിവിറ്റിക്ക് ഒരിക്കലും ചലനങ്ങൾ സൃഷ്ടിക്കാനോ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനോ ഒന്നും കഴിയില്ല. പെർഫോമൻസിന് അത് കഴിയും. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ കുറെ നാളുകൊണ്ട് പല കാലം ചെയ്യുന്നുണ്ട്, അതൊക്കെ ആക്ടിവിറ്റി ആയിരുന്നോ പെർഫോമൻസ് ആയിരുന്നോ? ഒന്ന് സത്യസന്ധമായ ഉത്തരം പറയണം. വെറുതെ ഞാൻ വലിയ പെർഫോമർ ആണ് എന്ന് കാണിക്കാനായിട്ട് പറയാനല്ല. സത്യസന്ധമായിട്ട് ഞാൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് കുറെ ആക്ടിവിറ്റികളാണോ? ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും ഉള്ളിൽ തട്ടി അടങ്ങാത്ത ഒരു അഭിനിവേശത്തോടു കൂടി, ഉള്ളിൽ തട്ടി ഇന്റൻഷനോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് പെർഫോമൻസ് ആവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾ ആക്ടിവിറ്റി ആയിരുന്നോ പെർഫോമൻസ് ആയിരുന്നു? ആക്ടിവിറ്റി ആണെങ്കിൽ എ എന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക, അതല്ല പെർഫോമൻസ് ആയിരുന്നെങ്കിൽ പി എന്ന്. കാര്യം ഇത് തിരിച്ചറിയാണ്ട് നമ്മൾ ഈ സെഷൻ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന എന്താ? വെരി ഗുഡ്, എല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ കാലങ്ങളായിട്ട് ചെയ്യണ പല കാര്യങ്ങളും വെറും ആക്ടിവിറ്റി മാത്രമാണ്. നമ്മൾ അടുക്കളയിൽ കയറി രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഫുഡ് ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ആസ്പെക്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെർഫോമൻസ് അല്ല, കേവലം ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ കഴിക്കാൻ പോകുന്ന ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ വൈഫ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും വീട്ടിലുള്ള അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ മക്കളോ ആണെങ്കിലും അവരൊക്കെ വളരെ ഹാപ്പിയോടുകൂടി അത് കഴിക്കണം, അവർക്ക് നല്ല ആരോഗ്യം കിട്ടണം, അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ഫുഡായിരിക്കണം കൊടുക്കണത് എന്ന അടങ്ങാത്ത ഒരു ആഗ്രഹത്തോടെ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടുമോ ഇല്ലയോ? കൂടുമെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളോടാണ് എന്റെ ചോദ്യം, അങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടുമോ? കൂടുമെങ്കിൽ കെ എന്ന് കമന്റ് ചെയ്യുക, കൂടുമെങ്കിൽ കെ എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട. ആഗ്രഹിച്ച് നമ്മൾ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ആൾക്കാർക്ക് സന്തോഷവും ആരോഗ്യം കിട്ടണം. യെസ് ഒബ്വിയസ്ലി കെ തന്നെയാണ് ആൻസർ. കാരണം കൂടും, സ്വാദ് കൂടുന്നേ, സംശയമില്ല. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾ ഉള്ളിൽ തട്ടി ഒരു ഇന്റൻഷനോട് ഒരു കാര്യം ചെയ്താൽ മാത്രമേ അവിടെ പെർഫോമൻസ് ഉണ്ടാവൂ. ഒരു മികച്ച പെർഫോമർക്ക് മാത്രമേ ആഗ്രഹിക്കുന്ന റിസൾട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. സോ ഇതൊന്ന് ഇത്രയും കാലം മനസ്സിലാക്കി ഒന്ന് എഴുതി വെച്ചേ പേപ്പറിലേക്ക്. നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ആക്ടിവിറ്റി അല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞേ? ഒരു വർക്കും പ്രൊഫഷനും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ സർവൈവ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കണു, മറ്റേയാള് എക്സലൻസ് ഉണ്ടാക്കാൻ പണിയെടുക്കണു. ഒന്ന് എഴുതി വയ്ക്കും. വെരി ഗുഡ്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ തട്ടി ഒരു ഡിസിഷൻ എടുക്കണം. ഇന്ന് മുതൽ ഞാൻ ചെയ്യാൻ പോകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ, ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സർപ്പിച്ച് ഇന്റൻഷനോടുകൂടി ഞാൻ ചെയ്യും. ഈ ഒരു മണിക്കൂർ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്താണ്? ഈ 1 മണിക്കൂർ സെഷൻ ഞാൻ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കും, എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. എനിക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാത്ത എന്റെ കൂടെയുള്ള ആളുകളോടും ഇനി വരാൻ പോകുന്ന ആളുകൾക്കും കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാനും എന്റെ കൂടെയുള്ള ആളുകളും മികച്ച പെർഫോമേഴ്സ് ആയി മാറും എന്ന ശക്തമായ ഒരു ഇന്റൻഷനോടുകൂടി ഈ സെഷനിൽ ഇരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അതിനായിട്ട് പാകപ്പെടുത്തുക. ഞാൻ 1-2-3 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം നമ്മൾ ശാരീരികമായിട്ട് ഒരു ഉദാഹരണം എടുത്താൽ, നമ്മുടെ ആഗ്രഹം നമുക്ക് 10 കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് 10 കിലോ 10 കിലോസ് ഓഫ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതാണ് ഫിസിക്കലി ഉള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. 10 കിലോ കുറയ്ക്കണം ആഗ്രഹം. നമ്മൾ ഡെയിലി 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നിരിക്കട്ടെ. പക്ഷെ എക്സസൈസ് ചെയ്തതിന്റെ ക്ഷീണത്തിൽ 4 ഇഡ്ഡലി കഴിക്കണം, നമ്മൾ 7 ഇഡ്ഡലി കഴിച്ചു. ഒരു പ്രാവശ്യം ചോറ് കഴിക്കണം, നമ്മൾ രണ്ടാമത്തെ വട്ടവും ചോറ് വാങ്ങിച്ചു കഴിച്ചു. വൈകുന്നേരം കൂടുതൽ വിശപ്പ് കയറി ചായയുടെ കൂട്ടത്തിൽ ഒരു 3-4 ചായക്കടിയും കൂടെ കഴിച്ചു. വെയിറ്റ് കുറയുമോ? വെയിറ്റ് കുറയില്ല. എന്നാൽ നിങ്ങൾ എക്സസൈസ് ചെയ്തു, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയോ? 10 കിലോയിൽ 1 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ആ എക്സസൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പെർഫോമൻസ്, ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. അത് വെറും ആക്ടിവിറ്റി മാത്രമാണ്. അതേസമയം നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങൾ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ കുറച്ചാൽ then that is performance.
കൃത്യമായി തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾക്ക് ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിലല്ല നമ്മുടെ മിടുക്ക്, ആ ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് നമ്മുടെ സക്സസ് മിടുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെർഫോമർ ആവണമെങ്കിൽ 10 കിലോ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ 10 കിലോ കുറയ്ക്കണം. വെരി സിമ്പിൾ എക്സാമ്പിൾ. നൗ സെയിൽസിലാണെങ്കിൽ ഞാൻ 50 പേരെടുത്ത് പോയിട്ട് എന്റെ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്തു. 50 പേരെടുത്ത് പോയിട്ട് ഞാൻ എന്റെ സർവീസ് പ്രസന്റ് ചെയ്തു. 50 പേരെ പോയി കണ്ടു. അത് വെറും ആക്ടിവിറ്റിയാണ്. ആ 50 പേരെ കണ്ടതിൽ നിന്നും എത്ര കൺവേർഷൻ ഉണ്ടായി, എത്ര സെയിൽസ് എടുത്തു എന്നത് മാത്രമാണ് പെർഫോമൻസ്. എത്ര പേരെ കണ്ടു എന്നുള്ളതല്ല, എത്ര കൺവേർഷൻ, എത്ര റിസൾട്ട് ഞാൻ ഉണ്ടാക്കി. ദാറ്റ് ഇസ് പെർഫോമൻസ്. ഫിസിക്കലി നമ്മൾ മനസ്സിലാക്കി, സെയിൽസിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും 1 മണിക്കൂർ ഞാൻ രാവിലെ എംപവർ എന്ന ശക്തമായ കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. പക്ഷേ അതിൽ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൗഹൃദത്തിലും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അന്നത്തെ ദിവസം ജീവിച്ചു. അതിൽ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തു, പ്രവർത്തിച്ചു എങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സെഷൻ ഒരു പെർഫോമൻസ് ആയിട്ട് മാറും. അപ്പൊ നമ്മളെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ആക്ടിവിറ്റി ആയിട്ട് ഞാൻ മുന്നോട്ട് പോണോ അതോ പെർഫോമർ ആയിട്ട് മുന്നോട്ട് പോകണോ? ഞാനൊരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വർക്കറായി മാറണോ അതോ പെർഫോമൻസ് നടത്തുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറണമോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇപ്പോൾ ഉള്ള തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ, നമ്മൾ ഓർഡിനറിയിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ആകണമെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യണം. ആ എക്സ്ട്രാ ആണ് ഞാൻ ഈ പറഞ്ഞ ഉള്ളിൽ തട്ടിയുള്ള ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ തട്ടി ആ കാര്യം വിജയിക്കണം എന്നുള്ള ആഗ്രഹം, തീവ്രമായ അടങ്ങാത്ത ആഗ്രഹം എന്ന് പറയുന്നത് ആ സംതിങ് എക്സ്ട്രാ ആണ്. അപ്പൊ സംതിങ് എക്സ്ട്രാ ഉണ്ടാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എന്താണ് പെർഫോമൻസ്, പെർഫോമൻസിലെ പ്രധാനപ്പെട്ട 5 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനു മുമ്പ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: എനിക്കും ഒരു മികച്ച പെർഫോമറായി മാറണം. എനിക്കൊരു മികച്ച പെർഫോമറായി മാറണം. അപ്പം എനിക്ക് എന്നുള്ളതിന് ഇ എന്നും മികച്ച എന്നുള്ളത് എം എന്നും പി എന്നുള്ള EMP എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ. എനിക്കൊരു മികച്ച പെർഫോമറായി മാറണം, EMP. വെരി ഗുഡ്. വിഷ്ണു ആദ്യം തന്നെ പടപടയെന്ന് അടിച്ചു കഴിഞ്ഞു. മുബഷിർ വെരി ഗുഡ്. പ്രണവ്, സലീന പടപടപടയെന്ന് എല്ലാവരും ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്. EMP വെരി ഗുഡ്. EMP എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മികച്ച പെർഫോമറായി മാറണം. നമ്മുടെ നമ്പേഴ്സ് 475 475 പേര് ഈ സെഷൻ ശക്തമായി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ 475 പേരും ഒരു മികച്ച പെർഫോമറായി മാറണമെന്നൊന്ന് മെസ്സേജ് ഇടുക. കാരണം മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറിന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എനിക്ക് ഒരു മികച്ച പെർഫോമറായി മാറണമെന്ന്. കാര്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യുകയാണ്. ആ പ്രവർത്തനം ഉള്ളിൽ തട്ടി ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ബ്രെയിൻ പാറ്റേൺസ് ഉണ്ടാവുകയും നമുക്ക് അങ്ങനെയായി മാറാൻ അത് സഹായിക്കുകയും ചെയ്യും. സോ ഡു ദാറ്റ്. എനിക്കൊരു മികച്ച പെർഫോമറായി മാറണം. നമ്മൾ സംസാരിച്ചത് ആ സംതിങ് എക്സ്ട്രയെ കുറിച്ചാണ്. ആ സംതിങ് എക്സ്ട്രാ എന്ന് പറയുന്നത് ഉള്ളിൽ തട്ടിയുള്ള ഒരു ഇന്റൻഷൻ ആണ്. അതുണ്ടാകുമ്പോൾ മാത്രമേ നമ്മളൊരു പെർഫോമർ ആവുകയുള്ളൂ. നമ്മൾ കാലങ്ങളായി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കാം, വായിക്കാത്തവരായിരിക്കാം, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതുപോലെ നമ്മുടെ ലീഡേഴ്സ് പല കാര്യങ്ങൾ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുന്നവരായിരിക്കാം. നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും ആ കേൾക്കുമ്പോൾ അത്ര കണ്ട് ഇന്റൻഷനിലല്ല കേൾക്കുന്നതെങ്കിൽ ആ കേട്ടുകൊണ്ട് യാതൊരു ഉപയോഗം ഇല്ലാണ്ട് പോകും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ ചില ആളുകൾ നമ്മളോട് പറയണം, നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞടാ മോനെ, അങ്ങനല്ല ഇങ്ങനെ ചെയ്യ്. പക്ഷെ പിന്നെ അങ്ങനെ തന്നെ ചെയ്യൂ. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പറയും, എടാ നിന്നോട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തന്നല്ല, അങ്ങനെയല്ല മക്കളെ, ഇങ്ങനെ ചെയ്യ്. പിന്നെ അങ്ങനെ തന്നെ ചെയ്യും. കാരണം എന്താണെന്നറിയോ? 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തി പൂർണ്ണമായി ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമില്ലെങ്കിൽ ആ വ്യക്തി പ്രവർത്തിക്കില്ല. പറയുന്ന ആൾക്ക് ഉള്ളിൽ തട്ടി ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണമെന്ന് ഉള്ളിൽ തട്ടി ആഗ്രഹമില്ലെങ്കിൽ കേൾക്കുന്ന ആൾ പ്രവർത്തിക്കില്ല. 2, ഈ പറയുന്ന ആൾ എത്ര കണ്ട് ആഗ്രഹിച്ച് പറഞ്ഞാലും കേൾക്കുന്ന ആള് ഉള്ളിൽ തട്ടി ആഗ്രഹിച്ചത് കേട്ടില്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുകയില്ല. അപ്പൊ 2 എലിമെന്റ്സ് അവിടെ ഉണ്ട്. പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും ആ ഇന്റൻഷൻ പവിത്രമായിരിക്കണം.
അപ്പൊ പറയുന്ന വ്യക്തിയുടെ മേജർ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഇന്റൻഷൻ ഉണ്ടോ, ആ വ്യക്തിക്ക് ആ ഇന്റൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ എന്താ ചെയ്യണ്ടേ, അതിനായി എന്താ പറയണ്ടേ, ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും അതിനനുസരിച്ച് പ്രോസസ് ചെയ്തുള്ള വാക്കുകളും ഈ വ്യക്തി പറയാൻ പഠിക്കണം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആക്ടിവിറ്റിയിലല്ല നടക്കേണ്ടത്, നമ്മൾ പെർഫോമൻസിലേക്കാണ് മാറണം. നമ്മൾ വർക്കല്ല ചെയ്യേണ്ടത്, നമ്മളൊരു പ്രൊഫഷനായി മാറണം. നമ്മൾ സർവൈവർ മോഡിലല്ല പോകേണ്ടത്, എക്സലൻസിലേക്ക് മാറണം. അതേപോലെ നമ്മൾ ഡൂയിങ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഡെലിവർ ചെയ്യണം. റിസൾട്ട്, ആഗ്രഹിക്കുന്ന റിസൾട്ട് ഡെലിവർ ചെയ്യാൻ കഴിയണം. ദീസ് ആർ ദ ബേസിക് തിങ്സ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ. നമ്മൾ ബേസിക്കായി ഇത്രയും കാര്യങ്ങൾ കടന്നുപോയി. നൗ വാട്ട് ഈസ് പെർഫോമൻസ്? എന്താണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് പെർഫോമൻസ്? പെർഫോമൻസിന് ഒരു കൃത്യമായി നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ് പെർഫോമൻസ്? സോ എല്ലാവർക്കും ഒന്ന് എഴുതിയെടുക്കുക ആദ്യം. പെർഫോമൻസ് ഈസ് പ്രൊഡ്യൂസിങ് റിസൾട്ട്സ്. പെർഫോമൻസ് ഈസ് പ്രൊഡ്യൂസിങ് റിസൾട്ട്സ്. റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. വിച്ച് ആർ മെഷേർഡ്, അത് അളക്കും, അത് അളക്കപ്പെടും. വിച്ച് ആർ മെഷേർഡ് against pre-determined standards. മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡുകളെ അടിസ്ഥാനപ്പെടുത്തി റിസൾട്ട് ഉണ്ടാക്കുന്നതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഈസ് പ്രൊഡ്യൂസിങ് റിസൾട്ട്സ് വിച്ച് ആർ മെഷേർഡ് അഗൈൻസ്റ്റ് pre-determined standards. നമ്മളൊരു കോമ്പറ്റീഷന് കയറുന്ന സമയത്ത് 5 മിനിറ്റ് ആയിരിക്കും നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കിട്ടുന്നത്. നമ്മൾ 6ാമത്തെ മിനിറ്റ് തൊട്ട് 8ാമത്തെ മിനിറ്റ് വരെ വളരെ മനോഹരമായി ആ കാര്യം ചെയ്താൽ അത് പെർഫോമൻസ് ആയിട്ട് കൂട്ടില്ല. കിട്ടിയ 5 മിനിറ്റിൽ ആ പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അതിനെ പെർഫോമൻസ് ആയിട്ട് കൂട്ടാൻ കഴിയുകയുള്ളൂ. ക്ലിയർ? നമ്മൾ ആ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പെർഫോമൻസിന് എപ്പോഴും പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എങ്ങനെയും ഏത് രീതിയിലും ചെയ്യാൻ കഴിയുന്നതിനെ പെർഫോമൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ കേവലം ഒരു ആക്ടിവിറ്റി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ആ കണ്ടീഷൻസിന് അനുസൃതമായി ചെയ്താൽ then that is performance. നമ്മുടെ ദിലീപിന്റെ മറ്റേ പഴയൊരു ഫിലിം ഉണ്ടല്ലോ, ഇതാണ് കല്യാണരാമൻ. കല്യാണരാമനില് എല്ലാവരും വട്ടത്തിരിക്കുന്ന സമയത്ത് ആള് ഹനുമാൻ വേഷം കെട്ടാൻ പോണ സമയത്ത് അവർ എണീറ്റ് പോവാ. എല്ലാവരും എണീറ്റ് പോയ സമയത്താണ് ഹനുമാനായിട്ട് ഓടിങ് വരണത് വേഷം കെട്ടിയിട്ട്. പക്ഷെ അതിനൊരു പെർഫോമൻസ് അല്ലേ, അവിടെ ആരും ഇല്ല. അത് ആ സമയത്ത് എല്ലാവരും ഉള്ളിടത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, ഭയങ്കര കോൺഫിഡന്റ് ആയി പ്ലാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. രാത്രി 1 മണിയായി, ആരും ഫ്രണ്ടിൽ ഇല്ല. അപ്പൊ നിങ്ങളുടെ അപ്പം വന്ന ആ ഒരു ആവേശം യൂസ് ചെയ്യാൻ പറ്റില്ല, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഒരു ആവേശത്തെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ കഴിയില്ല. നമുക്കത് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളുണ്ട്. നമ്പർ 1 ടൈമാണ്, സമയമാണ്. അപ്പൊ നമുക്ക് ഒരു കോൺടെസ്റ്റ് കിട്ടുകയാണ്. ആ കോൺടെസ്റ്റ് നമ്മൾ അടിക്കാനായിട്ട് നമുക്കൊരു 15 ദിവസം സമയം കിട്ടി. നമ്മൾ 15 ദിവസം വെറുതെ ഇരുന്നിട്ട് 16ാമത്തെ 17ാമത്തെ ദിവസം കൊണ്ട് അതിനുള്ള അച്ചീവ്മെന്റിന് വേണ്ടിയുള്ള ക്രൈറ്റീരിയ മാച്ച് ചെയ്താൽ അവിടെ പെർഫോമൻസ് ഇല്ല. അതാ 15 ദിവസത്തിൽ നടക്കണം. സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈമാണ് പെർഫോമൻസിന്റെ 1ാമത്തെ ഫാക്ടർ. ഇവന്റ് പെർഫോം, എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത്? നമ്മൾ സെയിൽസ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി, അദ്ദേഹം അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറായി, അദ്ദേഹം താല്പര്യം ജനിച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം വരുന്ന സമയത്ത് വേണം സെയിൽസ് പിച്ച് ചെയ്യാൻ. ആ ടൈമിൽ അടിക്കണമാണ് പെർഫോമൻസ്. അതല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളെടുത്ത് ചാടിക്കേറിച്ചെന്ന് സെയിൽസ് പറയുമ്പോൾ അവിടെ പെർഫോമൻസ് ഇല്ല. അവിടെ സെയിൽസ് പിച്ചിങ് മാത്രമേ ഉള്ളൂ, ആക്ടിവിറ്റിയാണ്, അതിന് റിസൾട്ട് കിട്ടില്ല. അവിടെ ഇന്റൻഷൻ ഉണ്ടായിട്ട് ചെയ്താലാണ് അവിടെ നമുക്കൊരു റിസൾട്ടിലേക്ക് ആ കാര്യത്തെ എത്തിക്കാൻ കഴിയുന്നത് നമ്മൾ തിരിച്ചറിയണം. സോ പെർഫോമൻസ് എപ്പോഴും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്സിലാണ്. 1ാമത്തെ സ്റ്റാൻഡേർഡാണ് ടൈം. 2 എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലെ മാനസികാവസ്ഥയാണ്. നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ ഉള്ളിൽ അത്രയും ശക്തമായ ഇന്റൻഷൻ ഉണ്ടായാലേ നമുക്കൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എൻവയോൺമെന്റിലായിരിക്കും മനോഹരമായ പെർഫോമൻസ് നടക്കുന്നത്. ആ വളരെ നെഗറ്റീവായ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നേരെ ചെന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കാര്യമുണ്ടോ? കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളതിന് യു എന്നും ഇല്ല എങ്കിൽ ഐ എന്നും കമന്റ് ചെയ്യുക. അതായത് നമ്മൾ വളരെ നെഗറ്റീവായിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു വേദി, ഇല്ല, കാര്യമില്ല, അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ നമ്മൾ സംസാരിക്കുന്ന 1 മണിക്കൂർ ആക്ച്വലി എന്താണ്? വേസ്റ്റ് ഓഫ് ടൈം ആണ്, ആക്ടിവിറ്റിയാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ഞാൻ 1 മണിക്കൂർ സംസാരിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ മണ്ടത്തരമാണ്. കാരണം ആദ്യം ചെയ്യേണ്ടത് അവിടെ ഒരു കളമൊരുക്കുക എന്ന പ്രോസസ്സാണ്, എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് സെക്കൻഡ് തിങ്, എൻവയോൺമെന്റ്. 3 റെഡിനെസ് ആണ്. റെഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറായിരിക്കണം. പെർഫോം ചെയ്യുന്ന വ്യക്തി തയ്യാറായിരിക്കണം. ഇപ്പോ
നിങ്ങൾക്കൊരു സൂമിൽ ഒരു മീറ്റിംഗ് നടത്തണം. ആ മീറ്റിംഗ് നടത്താനായി നിങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങൾ ആ മീറ്റിംഗ് നടത്തണമെങ്കിൽ, ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് പിന്നായിട്ടിരുന്ന് നന്നായി അതിനുവേണ്ടി പഠിക്കണം. അത് പറയാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എത്ര പേരുണ്ടാവും എന്നുള്ള കാൽക്കുലേഷൻ വേണം. വേണ്ടേ? എന്തൊക്കെയാണ് അവരോട് സംസാരിക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു സംവിധാനം നമ്മുടെ തലയിൽ നമ്മൾ ഒരുക്കണം. എന്തൊക്കെ ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്നുള്ളത് തീരുമാനിക്കണം. ഇതൊക്കെ പ്രീ ആയിട്ട് അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കവിടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള റെഡിനെസ് ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യാതെ ഒരു വ്യക്തിക്ക് വന്ന് സംസാരിക്കാം, അത് കേവലം ഒരു ആക്ടിവിറ്റി ആയിരിക്കും, പെർഫോമൻസ് ആയിരിക്കില്ല. സോ റെഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള സ്കിൽസ് ആർജിക്കലുമാണ്. സെയിൽസ് ചെയ്യാനായിട്ട് സെയിൽസ് എന്താന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാൾ പോയി ചെയ്താൽ അത് വെറുമൊരു ആക്ടിവിറ്റിയാണ്. പക്ഷെ ആരെയാണ് കാണാൻ പോകുന്നത്, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, ആ വ്യക്തിയുടെ നിലവിലത്തെ ആവശ്യങ്ങൾ എന്താണ്, ആ വ്യക്തിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉള്ളത്, ആ വ്യക്തിയോട് എങ്ങനെയാണോ ഒച്ചയെടുത്ത് സംസാരിക്കണോ, പതുക്കെ സംസാരിക്കണോ, ചെറിയ നടുക്കുള്ള ശബ്ദത്തിൽ സംസാരിക്കണോ, ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കണോ, ആ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യണോ, ഡയറക്റ്റ് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മെന്റൽ ലെവലിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരാളെ കാണാൻ പോകാൻ. അപ്പൊ റിസൾട്ട് കൂടും, നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതല്ലാതെ നമ്മൾ നേരെ പോവാന്ന് പറഞ്ഞാൽ ശത്രു ആരാണ് എന്നറിയാതെ യുദ്ധത്തിന് എന്തെങ്കിലും കൈ കിട്ടണ ഒരു വടി എടുത്ത് പോണ പോലെ ആയിരിക്കും. അവന്റെ ഇരിക്കണം മിസൈലായിരിക്കും. കാലകേയപ്പട വരുന്ന സമയത്ത് എന്തൊക്കെ സിസ്റ്റം വേണം, എന്തൊക്കെ ചക്രവ്യൂഹം ഒരുക്കണമെന്ന് ബാഹുബലി സംഘവും പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവരവിടെ യുദ്ധം എന്ന ആക്ടിവിറ്റിക്കല്ല പോകുന്നത്, യുദ്ധം എന്ന പെർഫോമൻസിനാണ് പോകുന്നത്. പക്ഷെ കാലകേയപ്പടയോ അവരിതൊന്നും മനസ്സിലാക്കാതെ ആക്ടിവിറ്റിയാണ്. എല്ലാവരും ഓടിക്കേറി വരണു, പരസ്പരം വെട്ടണു, പ്ലാൻ ഇല്ല, സ്ട്രാറ്റജി ഇല്ല, പദ്ധതി ഇല്ല. അപ്പൊ പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പെർഫോമൻസ്. അവിടെ റെഡിനെസ് നമ്മൾ ചെക്ക് ചെയ്യണം. 4, ക്ലാരിറ്റി വേണം, ക്ലിയർ ആയിരിക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും, എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ മുന്നിലിരിക്കണ 500-നടുത്തുള്ള ആളുകൾ, ഈ വ്യക്തികൾക്കെല്ലാം ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വയ്ക്കാൻ കഴിയണം. ഇവരിത് മനസ്സിലാക്കണം, ഇവർ ചെയ്യുന്ന പ്രവർത്തനം മികച്ചതാവണം, ഇവർ ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് പോവുകയും ഇവർ വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഇൻവിസിബിൾ ഫാക്ടർ ആണ്. അത് വർത്താനത്തിലൂടെയല്ല, അത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്നൊരു തോന്നലാണ്. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ കെ എന്ന് ടൈപ്പ് ചെയ്യുക, കിട്ടുന്നുണ്ടെങ്കിൽ കെ എന്ന് ടൈപ്പ് ചെയ്യുക. ഉള്ളിൽ തട്ടിയുള്ള എൻ്റെ ആഗ്രഹം നിങ്ങളിലേക്ക് ആ എനർജിയായി കാണാൻ കഴിയാത്ത ഒരു ഇൻവിസിബിൾ ഫാക്ടർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കെ എന്ന് ടൈപ്പ് ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്, എക്സലന്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെന്റെ ഉള്ളിൽ തട്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടണതാണ്. ഇതേ ഉള്ളിൽ തട്ടിയുള്ള ആഗ്രഹം നമ്മൾ സെയിൽസിന് പോകുമ്പോഴും കൂടെയുള്ള ടീം മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോഴും അവനവനോട് സംസാരിക്കുമ്പോഴും ഉണ്ടാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളത് ചരിത്രം തെളിയിച്ച കാര്യമാണ്. ഇറ്റ്സ് എ തിങ് പ്രൂവ്ഡ് ബൈ ദ ഹിസ്റ്ററി. ആരൊക്കെയാണോ അങ്ങനെ ഉള്ളിൽ തട്ടി ആഗ്രഹിച്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെ നടന്നിട്ടുണ്ടെന്നേ. പിന്നെ നമുക്കങ്ങനെ ചെയ്തൂടെ? ആ എക്സ്ട്രാ ചിപ്പ്, ആ ഇന്റൻഷന്റെ ചിപ്പ് ആഡ് ചെയ്തൂടെ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഇപ്പോ എന്റെ കുഞ്ഞ്, അവന് ഇപ്പൊ 5.5 വയസ്സായി. കുറച്ച് ചെറുതായിരുന്ന സമയത്ത് ഞാനും അവനെ ഉറക്കാൻ ശ്രമിക്കും, എൻ്റെ വൈഫ് ഉറക്കാൻ ശ്രമിക്കും. ഞാൻ ഉറക്കുമ്പോൾ പലപ്പോഴും അവൻ ഉറങ്ങാറില്ല. പക്ഷെ അവൾ ആട്ടുന്ന പോലെ രാരോ രാരീരോ എന്നൊക്കെ പാടിത്തന്നെ ഞാൻ എന്ത് ചെയ്യും, വളരെ സ്നേഹത്തോടുകൂടി ആട്ടണുണ്ട്. പക്ഷെ വൈഫ് കുഞ്ഞിനെ ഉറക്കണ സമയത്ത് കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങണം. അവൻ അത്രയും ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ ഉറക്കി ഉറങ്ങും, അല്ലെ അവൻ ഉറങ്ങൂല. അപ്പൊ പിന്നീടാണ് ഞാൻ ഇതെന്താ കാര്യം പിടികിട്ടുന്നില്ല. കാര്യം ഞാനും ഇവനെ ആട്ടണുണ്ട്, അവളും ഇവനെ ആട്ടണുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. അവൾ ആട്ടുന്നതിലും കുറച്ചുകൂടെ മനോഹരമായിട്ടാണ് ഞാൻ കുഞ്ഞിനെ ആട്ടണത്. പിന്നെന്താ ഇവൻ ഉറങ്ങാത്തെ? പിന്നെയാണ് എനിക്ക് എന്റെ കാര്യം പിടികിട്ടിയത്. ഇവനൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. ഇവനൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് അടുത്ത ദിവസത്തെ ട്രെയിനിങ് ഉള്ള പ്രിപ്പറേഷൻ നടത്താൻ. അങ്ങനെ എൻ്റെ മനസ്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശരീരം മാത്രം ഈ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ വൈഫ് അവനെ ഉറക്കുമ്പം അടുപ്പത്തുള്ള കറി കരിഞ്ഞു പോയാലും അവൾ അത് ശ്രദ്ധിക്കില്ല, അവൾക്ക് പ്രശ്നമല്ല. അവൾക്ക് അവളുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ഉറക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കുഞ്ഞ് ഉറങ്ങണം, കുഞ്ഞിന് നല്ല ഉറക്കം കിട്ടണം എന്നുള്ളിൽ തട്ടിയുള്ള ഇന്റൻഷൻ അവൾക്കുണ്ട്. എനിക്ക് ആ ഇന്റൻഷൻ ഇല്ല, എനിക്ക് ഉറങ്ങിയിട്ട് വേണം ട്രെയിനിങ്ങിന്റെ പരിപാടികൾ ചെയ്യാൻ. അപ്പൊ ഈ ഇന്റൻഷനാണ് ആ കുഞ്ഞിനെ ഉറക്കുന്നതെങ്കിൽ അത് ഇൻവിസിബിൾ ഫാക്ടറാണ്, നമുക്ക് കാണാൻ കഴിയാത്ത റിസൾട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറാണ് ആ ഫാക്ടർ. ഇത് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരണം, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം.
ഇത് നമ്മുടെ ഓരോ ട്രാൻസാക്ഷനും കൊണ്ടുവരണം. ഇത് നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ കൊണ്ടുവരണം. ഇത് നമ്മൾ ടീം മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ കൊണ്ടുവരണം. ഇത് നമ്മൾ പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ കൊണ്ടുവരണം. നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും ഈ ഇന്റൻഷൻ കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്കൊരു 1 മിനിറ്റ് വേണ്ട 2 മിനിറ്റ് സമയം തരാം. പേപ്പറും പേന എടുത്തിട്ട് നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊരു 10 എണ്ണം ലിസ്റ്റ് ചെയ്യുക. 10 കാര്യങ്ങൾ എഴുതി വെക്കുക. അതിന്റെ വലത്തോട്ടൊരു വര ഇട്ടിട്ട് അതിൽ ഞാൻ ഇന്റൻഷൻ പൂർണ്ണമായി അപ്ലൈ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ടിക്ക് ഇടുക. ഇല്ലെങ്കിൽ വർക്ക് ചെയ്യണം എന്ന് എഴുതി വെക്കുക. മീൻസ് അതിനായിട്ട് ഇന്റൻഷൻ കൊണ്ടുവരാൻ. അങ്ങനെ 10 എണ്ണം എഴുതി ഒരു വരയിട്ട് ഇത്രയും കാര്യം ചെയ്ത് 2 മിനിറ്റിൽ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സീന്ന് കമന്റ് ചെയ്തേ. പറഞ്ഞ് ക്ലിയർ ആണ് സീന്ന് കമന്റ് ചെയ്തു എന്ന് പറയാം. ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചെയ്യൂ. ഒരു ദിവസം ചെയ്യുന്ന 10 കാര്യങ്ങൾ എന്തൊക്കെ ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു വരയിട്ടിട്ട് സ്വയം പരിശോധിക്കുക. ഞാൻ ഇതിൽ ഇന്റൻഷൻ ഇടുന്നുണ്ടോ? ഞാൻ ഇതിൽ ഇന്റൻഷൻ ഇടുന്നുണ്ടോ? ഞാൻ ഇതിൽ ഇന്റൻഷൻ ഇടുന്നുണ്ടോ? ആദ്യം തന്നെ എല്ലാം ആക്ടിവിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല നസീമ. പക്ഷെ അതിലും നസീമ പോലും അറിയാതെ ചിലതൊക്കെ ഇന്റൻഷനലി ചെയ്തിട്ടുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കും. 10 എണ്ണം എഴുതി. നമ്മൾ വിധിക്കണം. നമ്മൾ 10 എണ്ണം എഴുതി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നും. ചിലതൊക്കെ എങ്കിലും ഒരെണ്ണമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും. എഴുതിക്കോളൂ. ബിസിനസ്സിലെ മാത്രം ആക്കണ്ട, അല്ലാതെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എഴുതിക്കോളൂ. കുഴപ്പമില്ല. 10 എണ്ണം കിട്ടിയില്ലേ? പ്രവീൺ സാർ കിട്ടിയോ? 10 എണ്ണം കിട്ടിയാ? CF ഫാൽക്കൺ കിട്ടിയാ? കിട്ടി. എത്ര എണ്ണത്തിൽ ഇപ്പൊ നിലവില് പ്രവീൺ സാർ ഇന്റൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്? വിരൽ വെച്ച് കാണിച്ചാൽ മതി. 10 എണ്ണത്തില് 4 കാര്യങ്ങൾ. വെരി ഗുഡ്, എടുക്കാൻ എക്സലന്റ്. ബാക്കി 6 കാര്യങ്ങളിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യൂ. മോഹൻ സാർ എഴുതുന്നുണ്ടോ? ടീം വിസാർഡ്സ് എഴുതുന്നുണ്ടോ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സാലിഹ മാഡം വളരെ ചിന്തിച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. PMF സാലിഹ മാഡം ഭയങ്കര പറഞ്ഞപ്പോ ചിരിച്ചു. സിദ്ദിഖ് ഫാൽക്കൺ, സുരേഷ് പിസാഡ്. സാർ എന്നെ നോക്കിയിരിക്കാണോ? എഴുതണുണ്ടോ സാറേ? സുരേഷ് പിസാഡ് എഴുതണ്ടാ? പവർ സ്പ്രെഡ് പ്രജിത്ത് ആണെങ്കിൽ കംപ്ലീറ്റ് ആ എഴുത്തിൽ തല ചൊറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇന്ദിരാ മാഡം അന്തവും കുന്തവും ഇല്ലാണ്ട് നോക്കണുണ്ട്. എഴുതണുണ്ടാ? എഴുതുന്നുണ്ടാ? തലയാട്ടിയാ മതി. ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ലാസ്റ്റ് 30 seconds. ദിനേശ് ചേട്ടാ എഴുതണുണ്ടാ? ദിനേശൻ പി ഉണ്ട്. നോട്ട് ചെയ്യാം, മൊബൈലിൽ തന്നെ നോട്ട് ചെയ്യാം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എക്സലന്റ്. അഷ്റഫക്ക എന്താ റെഡി അല്ലേ? റെഡി? ഓ ഡൺ, വെരി ഗുഡ്. ദിനേശൻ എന്ന് വിളിച്ചപ്പോ ദിനേശൻ PG ചെയ്യും. എന്നെയാണോ വിളിച്ചതെന്ന് ചിന്തിച്ചു. സാർ എഴുതുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എക്സലന്റ് എക്സലന്റ്. ഓക്കെ, അപ്പൊ ഈ എഴുതി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ തിരിച്ചറിവ് കിട്ടിയോ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ തിരിച്ചറിവ് കിട്ടിയോ? കിട്ടിയെങ്കിൽ K എന്ന് ടൈപ്പ് ചെയ്യുക. കിട്ടി എന്നർത്ഥം വരുന്നതിൽ K എന്ന് ടൈപ്പ് ചെയ്യുക. ഇതൊരു ചെറിയ തിരിച്ചറിവല്ല കേട്ടോ, അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും പൂർണ്ണമായും മനസ്സർപ്പിച്ചല്ല നമ്മൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നവനെ മനസ്സർപ്പിച്ച് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തിരിച്ചറിവില്ലേ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കൊണ്ടിരിക്കും. ഇല്യാസിക്കയുടെ പുറകിൽ കണ്ണാടി വെച്ച് ഇല്യാസിക്കയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സോറി കെ, അതെന്താ സക്കീറ സോറി കെ അടിച്ചത്? മനസ്സിലായില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ബാക്ക് ടു സെഷൻ. അപ്പോ ക്ലാരിറ്റി വേണമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഗോൾ ഓറിയന്റഡ് ആയിട്ട് ചെയ്യണം. 100 മീറ്റർ റേസിന് ഓടുന്ന ഒരാളുടെ മനസ്സിൽ ഓരോ ചുവടുവയ്പ്പിലും ഓരോ ശ്വാസത്തിലും ഓരോ മിടുപ്പിലും ഓരോ നോട്ടത്തിലും ഫിനിഷിംഗ് ലൈൻ എന്ന ആ ഗോൾ ഓറിയന്റ് ചെയ്ത് അയാൾ ഓടണം എന്ന് പറഞ്ഞതുപോലെ
നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ അങ്ങനെ ഒരു ഇന്റൻഷൻ ഉള്ളിൽ നിറച്ചാൽ പിന്നെ നമ്മൾ ജീവിക്കണ ആയുധമാണ്. പിന്നെ ജീവനുള്ള ഒരു വജ്രായുധം പോലെയാണ് നമ്മൾ. അതാണ് ആ ഇന്റൻഷൻ എന്ന് പറയുന്നതിന്റെ എനർജിയുടെ തലം വളരെ ഭീകരമാണ്. നമ്മൾ ചിന്തിക്കുന്ന ലെവലിന് അപ്പുറമാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. വരുന്നൊരു 2-3 ദിവസം ഒന്ന് എല്ലാവരും ഇത്തരത്തിലൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. ഇന്നത്തെ ദിവസം ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ഇന്റൻഷനോടെ ചെയ്യൂ. എന്നിട്ട് എന്റെ നമ്പർ ഞാൻ എന്താ തന്നിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9048 ഇട്ടിട്ടുണ്ട്. 9048582829. നമ്മുടെ സക്സസ് ബ്ലൂ പ്രിന്റിൽ ഓൾറെഡി ഇതിലുള്ള ഒരു 10-40 പേരുള്ളതാണ്. അപ്പൊ അവർ ആ ഗ്രൂപ്പിൽ ഇട്ടാലും മതി ഇന്ന് വൈകുന്നേരം. ബാക്കിയുള്ളവർ ഈ നമ്പറിലേക്ക് 9048582829 നമ്പറിലേക്ക് ഇന്ന് വൈകുന്നേരം ഷാർപ്പ് 6:00-ക്കും 7 മണിക്കും ഇടയ്ക്കായിട്ട് നിങ്ങൾ അത്രയും നേരം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്റൻഷനോടെ പ്രവർത്തിച്ചതെന്ന് എനിക്ക് ഒന്ന് അയക്കണം. അതൊരു റിപ്പോർട്ടിംഗ് പോലെ നിങ്ങളെ തന്നെ കൂടുതൽ മിടുക്കനാക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. 6:00-ക്കും 7 മണിക്കും ഇടയ്ക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഒരു 10 കാര്യങ്ങളല്ല എനിക്ക് വേണ്ടത്, ഇന്റൻഷനോടെ ചെയ്ത 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ദോശ ചുടുന്ന സമയത്ത് ഇത് കഴിക്കുന്ന ആൾക്ക് സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ദോശ ഇട്ടാൽ അത് എഴുതാൻ നിങ്ങൾക്ക് ഒരു തെറ്റുമില്ല. നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കണ സമയത്ത് ആ കാണുന്ന ആൾക്ക് ഒരു സന്തോഷം കിട്ടണം എന്ന് ആഗ്രഹിച്ച് ചിരിച്ചാൽ ദാറ്റ് ഈസ് പെർഫോമൻസ്. നിങ്ങൾ ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു ഉഷാറ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഷെയ്ക്കാൻഡ് കൊടുത്താൽ ദാറ്റ് ഈസ് പെർഫോമൻസ്. നിങ്ങൾ ഒരു സെയിൽസ് ക്ലോസിംഗ് എടുക്കുന്ന സമയത്ത് എനിക്കൊരു ക്ലോസിംഗ് കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ ആ വ്യക്തിയെ എന്റെ കൂടെ കൊണ്ടുവന്ന് അവന്റെ സെയിൽസ് സ്കില്ല് കൂട്ടി, അവന്റെ പ്രസന്റേഷൻ സ്കില്ല് കൂട്ടി, അവന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടി, അവന്റെ ലീഡർഷിപ്പ് കൂട്ടി, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് അവനൊരു മിടുമിടുക്കനായി അവനൊരു സക്സസ്ഫുൾ ആയ വ്യക്തിയാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച് ക്ലോസ് ചെയ്താൽ ദാറ്റ് ഈസ് പെർഫോമൻസ്. അപ്പൊ അത്തരത്തില് ഇന്നത്തെ ഒരു 10 ആക്ടിവിറ്റീസ് നിങ്ങൾ അയക്കണം. ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ റെഡിയാണ് വൈകിട്ടത്തേക്ക് 10 കാര്യങ്ങൾ ഇന്റൻഷനോടെ ചെയ്യാനെങ്കിൽ നിങ്ങൾ 10 കാര്യങ്ങൾ ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ IR എന്ന് മെസ്സേജ് ഇടുക. IR, ഐ ആം റെഡി, ഞാൻ റെഡിയാണ്. അത് വെറുതെ IR എന്ന് ടൈപ്പ് ചെയ്യല്ല വേണ്ടത്. IR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മനസ്സിൽ തട്ടി ഞാൻ റെഡിയാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് IR എന്ന് ടൈപ്പ് ചെയ്യാം. എക്സലന്റ്, എക്സലന്റ്, വെരി ഗുഡ്, 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 എക്സലന്റ്. ഐ ആം റെഡി എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എക്സലന്റ്, വെരി ഗുഡ്. IR, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഉള്ളിൽ തട്ടി ഇന്റൻഷനോട് ആ ചെറിയൊരു കാര്യം IR എന്ന് ടൈപ്പ് ചെയ്യുന്നത്. പക്ഷെ IR ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച, ഇപ്പൊ ഈ മെസ്സേജ് അയക്കുന്നത് സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ഇത്രയും പേര് മെസ്സേജ് അയക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ 1 എന്നും ഇല്ലെങ്കിൽ 2 എന്നും അയക്കുക റിപ്ലൈ ആയിട്ട്. സാധാരണ ഒരാൾ സംസാരിക്കുമ്പോൾ ഇത്രയും പേര് ചെയ്യാറുണ്ടോ? 2 ആണ്. ഇല്ല, പലപ്പോഴും ഇത്രയും പേര് മെസ്സേജ് ഇടാറില്ല. കണ്ടോ, എല്ലാവരും 2 ആണ് പറയണത്, ഒന്നാരും പറയണില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ മെസ്സേജ് അയക്കണമെന്നും ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളിൽ തട്ടി മനസ്സിലാക്കണമെന്നും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെന്നും എന്റെ ഉള്ളിൽ തട്ടി ആഗ്രഹിച്ച ഞാൻ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയക്കാൻ പറയണത്. അതുകൊണ്ടാണ് നിങ്ങൾ അയക്കണേ. അതാ വർക്ക് ചെയ്യണേ. ഞാൻ പറയണ നിങ്ങൾ മെസ്സേജ് അയക്ക് എന്ന് പറയണ ഒരു കമാൻഡ് അല്ലെങ്കിൽ പറയുന്ന ഒരു സെന്റൻസ് അല്ല വർക്ക് ചെയ്യണേ. ഞാൻ ഉള്ളിൽ തട്ടി നിങ്ങൾ മെസ്സേജ് അയക്കണമെന്നും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണമെന്നും നിങ്ങൾ പഠിക്കണമെന്നും നിങ്ങൾ അത് ഉള്ളിൽ ഫീഡ് ചെയ്യണമെന്നും ആഗ്രഹിച്ച് പറയണോണ്ടാണ് യു ആർ ഡൂയിങ് ദാറ്റ്. ചെറിയ കാര്യങ്ങളിൽ പോലും ഇന്റൻഷൻ കൊണ്ടുവരണം. അപ്പോഴേ അവിടെ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ചില പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സിന് അനുസൃതമായ രീതിയിൽ റിസൾട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ്. അതിന്റെ ബേസിക് ഫാക്ടേഴ്സ് ആണ്: 1, സമയം. എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത്? ഒരാള് ക്ഷീണിച്ച് അവശനും വിവശനുമായിരിക്കുന്ന സമയത്ത് ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ കൊള്ളുമോ? ഇങ്ങനെ കാണിച്ചാൽ മതി. കൊള്ളൂല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ കൊള്ളൂല. അപ്പൊ വെൻ ടു പെർഫോം, എപ്പോഴാ പെർഫോം ചെയ്യേണ്ടത്? വെരി ഇമ്പോർട്ടൻസ്. 2, എൻവയോൺമെന്റ്. നമ്മൾ മാനസികമായിട്ടൊരു ഉഷാറില്ലാതെ, നമ്മുടെ ശബ്ദം പോലും ഇല്ലാത്ത, നമ്മുടെ നോട്ടത്തിൽ ഒരു എനർജി ഇല്ലാതിരിക്കുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ കൊള്ളില്ല. ദെൻ റെഡിനെസ്. നമ്മൾ അതിനായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട കഴിവുകൾ ഉണ്ടാക്കുമ്പോഴാണ് പെർഫോം ചെയ്യാൻ കഴിയണേ. ക്ലാരിറ്റി. നമ്മൾ ആ ഗോളിൽ അത്ര കണ്ട് മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവിടെ ക്ലാരിറ്റി ഉണ്ടാവണേ. 5, ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഒരു പക്ഷെ വീക്ഷിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കാണും, നമ്മുടെ ലീഡേഴ്സ് കാണും, നമ്മുടെ മെന്റേഴ്സ് കാണും, നമ്മളോട് സ്നേഹമുള്ള ആളുകൾ കാണും.
അവരുടെ അടുത്ത് നിന്നും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫീഡ്ബാക്ക് എടുക്കുക, നിലവിൽ ചെയ്തതിലും മികച്ച രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുക. അതും പെർഫോമൻസിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ 5 പോയിന്റ്സ് എഴുതിയെടുക്കൂ. ഒന്ന് സമയം അല്ലെങ്കിൽ ടൈം, ഞാൻ ടൈപ്പ് ചെയ്യാം. ഒന്ന് ടൈം, 2 എൻവയൺമെന്റ്, 3 റെഡിനെസ്, 4 ക്ലാരിറ്റി, ആൻഡ് ഫൈനലി 5 ഫീഡ്ബാക്ക്. ടൈം, എൻവയൺമെന്റ്, റെഡിനെസ്, ക്ലാരിറ്റി, ഫീഡ്ബാക്ക്. ഒന്ന് എഴുതി വെച്ചേക്കുക 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ എന്തിനു എഴുതി വെക്കണമെന്ന് അറിയാം? വെറുതെ ഒരു ക്ലാസ്സിൽ ഇരുന്നു അപ്പൊ 5 പോയിന്റ്സ് അങ്ങനല്ല. ഞാൻ ഈ പറഞ്ഞ വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യുന്ന ആ 10 കാര്യങ്ങളിൽ സമയത്താണോ നിങ്ങൾ പെർഫോം ചെയ്തത്? നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്യേണ്ട സമയത്താണോ ചെയ്തത്? ആ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണോ ഞാൻ ചെയ്തത്? ദെൻ ഞാൻ പൂർണ്ണമായി റെഡി ആയിട്ടായിരുന്നോ ചെയ്തത്? അതോ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയത്തില്ലേ, ആർക്കാനും വേണ്ടി ഓക്കാനിക്കാന്ന്, അങ്ങനെയാണോ? അതോ ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ ചെയ്തത്? ഓക്കെ. ആൻഡ് ക്ലാരിറ്റി, ഞാനത് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇയാള് എന്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യില്ലേ, ഇയാള് ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല, ഈ ചിന്തയും കൊണ്ടാണോ പോയി സംസാരിച്ചത്? അതോ ആളെ ഡെവലപ്പ് ചെയ്ത് മിടുക്കനാക്കി സക്സസ്ഫുൾ ആക്കി മാറ്റണം എന്ന ചിന്തയോട് കൂടിയാണ്? സോ ക്ലാരിറ്റി, ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടോ? ആൻഡ് ഫീഡ്ബാക്ക്, നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം ഫീഡ്ബാക്ക് കൊടുക്കാം. എങ്ങനെയാ? നമ്മൾ ചെയ്ത പ്രവർത്തനത്തെ പറ്റി സ്വയം ആലോചിക്കുക. ഞാൻ അവിടെ ചെന്നു, ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു, ഞാനപ്പോ എങ്ങനെയാണ് അദ്ദേഹത്തോട് റെസ്പോണ്ട് ചെയ്തത്, ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, അത് ഞാൻ എന്തൊക്കെ ഉത്തരങ്ങളാണ് പറഞ്ഞത്, അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഞാൻ മനസ്സിലാക്കിയോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന ഭാഷയിലാണോ സംസാരിച്ചത്? ഇത് അവനവനെ അനലൈസ് ചെയ്ത് ഫീഡ്ബാക്ക് എടുക്കാം. സോ ദീസ് ആർ ദ 5 തിങ്സ്. വെരി ഗുഡ്. കുറെ ആൾക്കാർ ഓൾറെഡി ഇന്നത്തെ മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആരൊക്കെ ഇട്ടിരിക്കുന്നത് നോക്കട്ടെ. ലിജിത്ത്, വെരി ഗുഡ്. ദെൻ തൗഹ, വെരി ഗുഡ്. സക്സസ്, രാധ, സന്തോഷ്, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നോട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ എഴുതി സാർ KGF മുംതാസ്, വെരി ഗുഡ്. അപ്പോൾ തന്നെ നോട്ട് ചെയ്തു സാർ റംല, വെരി ഗുഡ്. മരീബൽ എസ്, കമറു മരീബൽ എസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് പെർഫോമൻസിനെ അളക്കാനുള്ള രാജീവ് സാറും എക്സലന്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. നൗ നമ്മളിപ്പോ പറഞ്ഞു വന്നത്, നമ്പർ 1 നമ്മൾ സംസാരിച്ചത് എക്സ്ട്രാ ഓർഡിനറി ആവണമെങ്കിൽ എക്സ്ട്രാ ആവണം. ആ എക്സ്ട്രായാണ് നമ്മൾ പെർഫോമൻസ്. അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ മനസ്സിന്റെ അംശമായ ഇന്റൻഷനെ കൊണ്ടുവരാൻ തയ്യാറാവണം. അല്ലെങ്കിൽ കട്ടൻ ചായയിൽ മൊഹബത്ത് ചേർക്കണം. 2, ആക്ടിവിറ്റിയും പെർഫോമൻസും രണ്ടാണ് നമ്മൾ സംസാരിച്ചു. കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫോമൻസിലേക്ക് മാറ്റണം. ഒന്ന് ഡൂയിങ് ആണ്, ചെയ്താണ്. മറ്റേത് ഡെലിവറിങ്, റിസൾട്ട് ആണ്. റിസൾട്ട് ഉണ്ടാക്കലാണ് നമ്മൾ ചെയ്യേണ്ട, റിസൾട്ട് ഉണ്ടാക്കലാണ്. ദെൻ വർക്കറായിട്ട് ഒരു കാര്യം ചെയ്യരുത്, അത് നമ്മൾ നിലനിന്ന് പോകാൻ മാത്രം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എക്സലന്റ് ആയിട്ട് ചെയ്യണം, അപ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണലായി മാറുന്നത്. വെറുതെ ഒരു അനക്കം ഉണ്ടാക്കലോ വെറുതെ ഒരു ചലനം ഉണ്ടാക്കലോ അല്ല, ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി. ശാരീരികമായി 10 കിലോ കുറയ്ക്കേണ്ടവൻ 1 മണിക്കൂർ എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, 10 കിലോ കുറയ്ക്കുക തന്നെ ചെയ്യണം. സെയിൽസിന് 50 പേരെ കണ്ടതുകൊണ്ട് കാര്യമില്ല, റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയണം. ആൻഡ് വെറുതെ 1 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അത് പഠിക്കണം, അത് മനനം ചെയ്യണം, അത് പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് 5 കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യാം. നമ്പർ 1 സമയം വെച്ചിട്ട്, നമ്പർ 2 നമ്മുടെ മാനസികമായിട്ടുള്ള എൻവയോൺമെന്റ്, 3 നമ്മൾ റെഡി ആണോ അല്ലേ എന്നുള്ളത്, 4 ക്ലാരിറ്റി, 5 ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സി എന്ന് കമന്റ് ചെയ്യൂ, സി എന്ന് മെസ്സേജ് ഇടൂ. ക്ലിയർ, 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 ക്ലിയർ. വെരി ഗുഡ്, 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 വെരി ഗുഡ്. ഇനി നമ്മുടെ സെഷന്റെ മുഖ്യമായ ഒരു അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എങ്ങനെ നമ്മുടെ പെർഫോമൻസിനെ അടുത്ത തലത്തിലേക്ക് മാറ്റാം? അടുത്ത തലത്തിലേക്ക് അതിന് ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്ന് ഫാസ്റ്റ് ആയിട്ട് എഴുതി പോകണം. 1 വിഷൻ, ഞാൻ ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പത്തിന്. 1 വിഷൻ, 2 പർപ്പസ്, 3 വിസ്ഡം. വിഷൻ, പർപ്പസ്, വിസ്ഡം, 3 പോയിന്റ്സ്. അതായത് ഇതിന് പറയണത് സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു 3 മേജർ തിങ്സ് ആണ്: വിഷൻ, പർപ്പസ്, വിസ്ഡം.
വിഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയില്ല, നമുക്ക് കാണാൻ കഴിയും. വിഷൻ എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയില്ല, നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഒരു മിടുക്കനായി, ഒരു കൊള്ളാവുന്ന പയ്യൻസാക്കി, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാക്കി, നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, ഒരുപാട് നൈപുണ്യങ്ങൾ കൊടുത്ത്, ഇത് ആ പയ്യന് കാണാൻ കഴിയില്ല. കഴിയോ? പേരൻസിന് കാണാൻ കഴിയും. ആ കുഞ്ഞ് കാണുമോ? അത് കുഞ്ഞ് കാണുമോ? ഇല്ലല്ലോ. ഇങ്ങനെ കാണിച്ചാൽ മതി. കാണുമോ? ഒന്ന് കാണിച്ച എല്ലാവരും. ഞാൻ വീട്ടിൽ കാണുന്നത് കാണില്ല. നോ നോ എന്ന് കമന്റ് ചെയ്ത് കുറെ ആൾക്കാർ. കാണില്ല. ദേവി മാഡം ഒന്ന് കൈ അനക്കിക്കോ. മൊബൈൽ താഴെ പോയില്ലെങ്കിൽ. KMP ദേവി കാണുമോ? കുഞ്ഞ് കാണില്ല. അപ്പോ അവിടെ എന്താ സംഭവിക്കണത്? ആ വിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും, കൂടെയുള്ള ആളുകൾക്ക് കാണാൻ കഴിയില്ല. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷനെ മറ്റുള്ള ആൾക്കാരെ കൂടെ കാണിക്കുന്നവനെ വിളിക്കണ പേരാണ് ലീഡർ. ഒരു രസകരമായ ഒരു കഥയുണ്ട്. അതായത് മൈക്കിൾ ഏഞ്ചലോ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ശില്പം ഒരിക്കൽ പണിയുണ്ടായി. അപ്പൊ ഇത് പണിതപ്പോ നല്ല ഭംഗിയായിരുന്നു. ഡേവിഡ് എന്നുള്ള ശില്പം നല്ല ഭംഗി, കിടിലൻ ശില്പം. ഇത് കണ്ട് കുറെ ആൾക്കാർ ചോദിച്ചു, അങ്ങ് അടിപൊളിയായിട്ട് ഈ പറഞ്ഞ ഒരു ശില്പം പണിതിട്ടുണ്ട്, ഇതെങ്ങനെ പണിതേ? ഈ കല്ലിന്ന് എങ്ങനെയാണ് ഡേവിഡ് എന്ന് പറയുന്ന ശില്പം പണിതെന്ന് വെച്ചാൽ പുള്ളി പറയാണ്, ഞാൻ കല്ല് കണ്ടിട്ടില്ല, ഞാൻ കല്ല് കണ്ടിട്ടില്ല, ഞാൻ അതിലെ ശില്പത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളി ആ കല്ല് കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടത് കല്ല, പക്ഷെ പുള്ളി ആ കല്ലിനുള്ളിലെ ശില്പത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പുള്ളി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പുള്ളി പറയാണ്, ശില്പം അല്ലാത്ത എന്താണുള്ളത് അതൊക്കെ ഞാൻ ചെത്തിക്കളഞ്ഞു. ശില്പം അല്ലാത്ത എന്താണുള്ളത് അതൊക്കെ ഞാൻ ചെത്തിക്കളഞ്ഞു. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഗോള്, ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു സ്വപ്നം, ചില സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കട്ട് ചെയ്ത് കളയണം. ഡിസ്ട്രാക്ഷൻസ്, നമ്മളുടെ ശ്രദ്ധയെ മാറ്റുന്ന കാര്യങ്ങളെ ചെത്തി 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 കളയണം. അപ്പൊ വീഴുന്ന പൊടിയാണ് നമ്മുടെ പവർ, നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ എഫേർട്ട് പലപ്പോഴും കാണില്ലല്ലോ, റിസൾട്ട് അല്ലേ കാണുന്നത്. ആളുകൾ എടുക്കുന്ന എഫേർട്ട് പലപ്പോഴും കാണാറില്ല, റിസൾട്ട് ആണ് കാണുന്നത്. ഡേവിഡിനെ കാണും, പൊടി കാണാറില്ല, അത് അടിച്ചു വരി കളയത്തു. പക്ഷെ അതുപോലെ നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മളുടെ ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കണമെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മാറ്റുന്ന, അവിടുന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്യണം, കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം. എങ്കിലേ ഒരു വിഷനുള്ള വ്യക്തിയായി മാറും. ഒരു 3 അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഞാൻ ആരായിരിക്കും? ഞാൻ എന്ന വ്യക്തിയിലൂടെ എത്ര ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കണം, എനിക്ക് എത്ര ആളുകളെ സഹായിക്കാൻ കഴിയും, ഒരു 3 to 5 വർഷത്തിൽ ഞാൻ ആരായിരിക്കും? തിങ്ക് ചെയ്യാം. അത് വിഷനാണ്. ഇത് നിങ്ങൾക്ക് പലപ്പോഴും വലിയ സ്വപ്നങ്ങൾ നടപ്പിലാക്കിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല. കാരണം അവരാണ് ആ വിഷൻ കണ്ടത്. അവരാ വിഷനിലേക്ക് ഓൾറെഡി മനസ്സുകൊണ്ടും തലച്ചോറ് കൊണ്ടും ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇത് റിയാലിറ്റി വരുമ്പോൾ മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ. അത് പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ ഒരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്താലേ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റൂ. കാരണം വിഷൻ മനസ്സിന്റെ പ്രക്രിയയാണ്, മനസ്സിലൂടെയാണ് നമ്മൾ വിഷൻ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസും മനസ്സിന്റെ കളിയാണ്, ആക്ഷൻ അല്ല. ആ ആക്ഷൻ എടുക്കുന്ന മനസ്സിന്റെ ഇന്റൻഷൻ ആണ് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയെ പെർഫോമൻസ് ആക്കി മാറ്റും നമ്മൾ പറഞ്ഞു. സോ വിഷൻ കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വി എന്ന് ടൈപ്പ് ചെയ്യും എല്ലാവരും. വി വി വിഷൻ, വി. വെരി ഗുഡ്, വെരി ഗുഡ്. എക്സലന്റ്, എക്സലന്റ്. സോ അങ്ങനെ ഒരു വിഷൻ 3 to 5 ഇയേഴ്സിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, വെയർ ടു റീച്ച്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, കൃത്യമായ ധാരണ. അത് ഈ സെഷന് ശേഷം നിങ്ങൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കണം. ചെയ്യോ? ഇങ്ങനെ കാണിച്ചാൽ മതി. ചെയ്യോ? റെഡി? ഫറൂഖ് റെഡിയാണ്? നസീറ റെഡി? ജസീന ഓക്കെ? ഷാഫി റെഡി? അപ്പോ 3 to 5 ഇയേഴ്സ് എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്, മേക്ക് ദാറ്റ്, ആ വിഷൻ എഴുതി തയ്യാറാക്കുക. നമ്പർ 2 നമ്മൾ പറഞ്ഞത് പർപ്പസ് ആണ്. പർപ്പസ് ഫ്യൂവൽസ് പാഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ അഭിനിവേശത്തിന് വേണ്ട പെട്രോൾ തരുന്നത് പർപ്പസ് ആണ്. അതൊരു ബിഗർ ലെവൽ മോട്ടിവേഷൻ. ഇപ്പോ നിങ്ങൾക്ക് ഈ സെഷൻ എടുത്തപ്പോ എനിക്ക് കാശ് കിട്ടുന്നുണ്ട് കേട്ടോ, ക്ലാസ് എടുക്കുന്നതിന് ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ കാശിനെക്കാട്ടിലും ഒക്കെ അധികം എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ മാറണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ സംസാരിക്കണം. എനിക്കതിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ചെയ്യുന്ന പണിക്ക് ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന പണിയെ ദൈവമായിട്ട് കണ്ടോണ്ടാണ് ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യുക.
കാര്യം അത് കമന്റ് ചെയ്താൽ എനിക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. യെസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിന്റെ റീസൺ, എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ കാശിനപ്പുറം എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ മാറണം, അവർ സക്സസ്ഫുൾ ആവണം, അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ ചെല്ലണം എന്നുള്ളതാണ്. അതിന് ഞാൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല അല്ലേ? ബ്ലറാണ് സാർ. ഇപ്പോഴും കാണുന്നില്ല. ഓക്കെ, ഞാനത് ഒന്ന് പറയാം. എ ട്രെയിനർ വിത്ത് എ വിഷൻ ടു ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ്, അല്ലെങ്കിൽ ഒരു ട്രെയിനറാണ് മറ്റുള്ള ആളുകളുടെ മനസ്സിന് തീ കൊടുക്കുന്ന ഒരു ട്രെയിനറാണ് എന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചു എന്റെ വിഷനായിട്ട്. നമ്മളിപ്പോ ഒരു AC വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടും. നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ യൂസർ മാനുവൽ കിട്ടും. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും യൂസർ മാനുവൽ കിട്ടും. പക്ഷെ ഞാനെന്ന പ്രൊഡക്റ്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയപ്പോ യൂസർ മാനുവലോട് കൂടി അല്ല വന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാ. നമുക്ക് ആർക്കും യൂസർ മാനുവൽ ഇല്ല. നമുക്കുള്ള യൂസർ മാനുവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിഷൻ എന്ന് പറയുന്നത്. ആ ഒരു യൂസർ മാനുവലിൽ നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ് പിറന്നതെന്ന് സ്വയം മനസ്സിലാക്കുമ്പോഴാണ് പർപ്പസ് ഉണ്ടാവുന്നത്. പർപ്പസ് ഉണ്ടായ പാഷൻ വരും. പാഷൻ വന്ന എനർജറ്റിക് ആവും. എനർജി വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ രീതി മഹനീയമായി മാറും. ഗ്രേറ്റ്നെസ് ഉണ്ടാവും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പർപ്പസ് ഉണ്ടാക്കണം. കാശിനേക്കാൾ കൂടുതൽ എന്നെ എന്ത് ഫാക്ടറാണ് നയിക്കുന്നത്, എന്റെ ആ ചിപ്പ് ഏതാണ്, എന്റെ ഹിഡൻ ചിപ്പ്, കാണാൻ കഴിയാത്ത എനിക്ക് എനർജി തരുന്ന ആ ചിപ്പ് എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? എനിക്ക് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നതാണ് ആ ചിപ്പ്. നിങ്ങൾക്ക് എന്താണ് ആ ചിപ്പ്? അതാണ് പർപ്പസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പർപ്പസ് എന്ന് പറയുന്നതാണ് പാഷനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഡീപ്പർ ലെവൽ മോട്ടിവേഷൻ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് യെസ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന മോട്ടിവേഷൻ അല്ല. എത്ര പൊളിഞ്ഞ് പടാരടങ്ങി പോയാലും അവിടെ നിന്ന് അതിശക്തമായി തിരിച്ചു വരാൻ സഹായിക്കുന്ന സാധനമാണ് പർപ്പസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 8 മണി എന്നുള്ളത് ഒരു 8:10 ആയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ 1 ടൈപ്പ് ചെയ്യുക, കുഴപ്പമില്ലെങ്കിൽ 2 ടൈപ്പ് ചെയ്യുക. കുഴപ്പമുണ്ടെങ്കിൽ 1, 2, ആർക്കും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എല്ലാവരും 2, 2, 2 ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആർ യു എൻജോയിങ് ദ സെഷൻ? എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട് E എന്ന് ടൈപ്പ് ചെയ്യുക. ആർ യു എൻജോയിങ് ദ സെഷൻ ഉണ്ടെങ്കിൽ എസ് നോ E എന്നോ എന്തെങ്കിലും കമന്റ് ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്. എൻജോയ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. ഹാപ്പി ഫോർ യു, വെരി ഹാപ്പി ഫോർ യു. 437 പേര് ഇപ്പോഴും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, എനിവേ, പർപ്പസ് എന്ന് പറയുന്നത് ഡീപ്പർ ലെവൽ മോട്ടിവേഷൻ ആണ്. സോ മേക്ക് എ പർപ്പസ്. ഒന്ന് ഞാൻ പറഞ്ഞു, വിഷൻ ഉണ്ടാക്കണം സെഷന് ശേഷം കേട്ടോ. 2, പർപ്പസ് എന്താണെന്ന് അവനവനോട് ചോദിക്കണം. പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. കുറേ തവണ ചോദിച്ചു കഴിയുമ്പോൾ കിട്ടുള്ളൂ. എനിക്ക് വീട് പണിയണം, എനിക്ക് കാറ് വാങ്ങിക്കണം, എനിക്ക് ലോറി വേണം. പർപ്പസ് അല്ല കേട്ടോ, നമ്മുടെ ഗോളാണ്. ഞാനെന്ന മനുഷ്യൻ ഈ ഭൂമി വിട്ട് ഇവിടുന്ന് പോണ സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ 10, 60, 70 വർഷം അല്ലെങ്കിൽ 80 വർഷം നമ്മൾ ഇവിടെ ഉള്ളേ. അപ്പൊ ആ സമയത്ത് നമ്മളെന്ന മനുഷ്യൻ ഇവിടെ ജീവിച്ചുകൊണ്ട് എന്ത് അവശേഷിപ്പ് ഉണ്ടാക്കിയിട്ടാ പോകാൻ പോണേ? അതാണ് പർപ്പസ്. അതാണ് പർപ്പസ്. ഇപ്പൊ ഈ മൊമെന്റ് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1000-ഓളം യൂട്യൂബ് വീഡിയോസും 1000-നടുത്തുള്ള ഇൻസ്റ്റാഗ്രാം റീലുകളും ഇപ്പൊ നിലവിൽ നമുക്കുണ്ട്. നവീൻ ഇൻസ്പയർസ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതില് ധാരാളം നിരവധി 100-ലധികം മോട്ടിവേഷണൽ സ്റ്റോറീസ് ഉണ്ട്. ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സ്പിരിച്വൽ ലെവലുള്ള കണ്ടന്റ് ഉണ്ട്. ധാരാളം വീഡിയോസ് അതിന്റെ തന്നെ. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും ആ വീഡിയോസ് ഭൂമിയിൽ ഇവിടെ ഉണ്ട്. യൂട്യൂബ് എന്ന് ഇല്ലാണ്ടാവുന്നു അന്ന് വരെ അതവിടെ ഉണ്ട്. ഈ യൂട്യൂബ് ഇല്ലാണ്ടായാലും ആരെങ്കിലും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൂടെ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഭൂമി വന്നു പോയപ്പോഴേക്കും ഒരു അവശേഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണോ അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തും നമ്മുടെ എന്ത് അവശേഷിപ്പാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകുക. അതാണ് പർപ്പസുമായിട്ട് ഡിഫൈൻ ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നത്. 3, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ലെങ്കിൽ തിരിച്ചറിവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. 3 തലങ്ങളാണുള്ളത്: അറിവ്, തിരിച്ചറിവ്, നിറവ്. അറിവെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്താൽ ആരോഗ്യം ഉണ്ടാവും എന്ന് പറയുന്നത് അറിവ്. ഓക്കെ, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്നത് തിരിച്ചറിവ്. ആ എക്സസൈസ് ചെയ്ത് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുന്നത് വിസ്ഡം അല്ലെങ്കിൽ നിറവ്. കസ്റ്റമേഴ്സിനെ കടയിൽ വരുന്ന സമയത്ത് നമ്മുടെ മുസ്തഫ സാർ കടയിൽ ഇരിക്കല്ലേ? മുസ്തഫ സാർ, കസ്റ്റമർ വരത്തില്ലേ കടയില്? മുസ്തഫ സാർ മേളിലോട്ടാണല്ലോ നോക്കണേ. ഇങ്ങോട്ട് നോക്ക്. ഹലോ, കേൾക്കുന്നില്ലേ? കോർ മുസ്തഫ DD. ഇപ്പൊ കേട്ടു. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഫുള്ളായിട്ട് വിളിച്ചാലേ കേൾക്കുള്ളൂ. ഓക്കെ, അപ്പോ മുസ്തഫ സാറേ, കടയിൽ വരുന്ന കസ്റ്റമറോട് ചിരിച്ചു കാണിക്കണം അല്ലേ? സ്നേഹത്തോടെ സംസാരിക്കണം അല്ലേ?
അത് നമ്മുടെ ഒരു വിസ്ഡം ഉണ്ട്, നമ്മൾ കാലങ്ങൾ കൊണ്ട് സമ്പാദിച്ചൊരു വിസ്ഡമാണ്. മനഃപൂർവ്വം ഇപ്പൊ ഒരു കസ്റ്റമറെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ല സാറിന്. കാര്യം അത് സാറിന്റെ ഒരു ഹാബിറ്റായി മാറി, അത് സാറിന്റെ ശീലമായി മാറി, സാർ അതിൽ നിറമുള്ള മനുഷ്യനായി. അതുകൊണ്ട് സാറിന് കൂടെയുള്ള ആളുകളെ ഇത് പഠിപ്പിക്കാൻ എളുപ്പം. ശരിയല്ലേ? ദാറ്റ്സ് എ പോയിന്റ്. അപ്പൊ ആ വിസ്ഡം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയിട്ട് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ മറ്റുള്ള ആളുകൾക്ക് പ്രയോജനം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് പിടികിട്ടും എപ്പോഴാണ് ഒരാൾക്കൊരു ട്രെയിനിങ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. കാര്യം അയാൾ എവിടെയാണ് അയാളുടെ പ്രശ്നം മനസ്സിലാക്കുന്നു, ആ പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് എപ്പോ കൊടുക്കണം, വെൻ ടു ട്രെയിൻ, എപ്പോഴാണ് സെല്ല് ചെയ്യേണ്ടത്, കസ്റ്റമറോട് സംസാരിച്ച് കസ്റ്റമർ എന്ത് പറയുന്ന സമയത്താണ് സെയിൽസിലേക്ക് പിച്ച് ചെയ്യേണ്ടത്, അത് മനസ്സിലാവും. അതുപോലെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പഠിക്കുന്ന കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ലൈഫ് ലോങ് ലേണിംഗ്, ജീവിതകാലം മരണം വരെ പഠിക്കാൻ തയ്യാറായേ പറ്റൂ. ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി കേട്ട് ഞങ്ങൾക്ക് ചിരി വരും. അതായത് ഒരു ചീട്ടെടുക്കുന്നു, ചീട്ടെടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇതിപ്പോ ദൂരെ പോയി കഴിഞ്ഞാൽ കാണില്ല, ചീട്ട് ഇങ്ങനെ എടുക്കുന്നു, ചീട്ടെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് കുപ്പി മറച്ചിടാനും, അതേപോലെ തന്നെ ഒരു ബോട്ടില്, നമ്മുടെ കൊക്കക്കോളയുടെ ഒക്കെ ബോട്ടിൽ പൊട്ടിക്കുന്ന തലത്തിലേക്ക് എറിയാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗുണം എന്താ? ഗുണം ആ ഒരു ആക്ടിവിറ്റി അല്ല ഗുണം, എന്റെ തലച്ചോർ അത്രയും ഫോക്കസ്ഡ് ആവും. ട്രെയിനിങ്ങിന് ഒരു സാധനം പഠിക്കുമ്പോഴും അത്രയും ഫോക്കസിലും അത്രയും പവറിലും പഠിക്കാൻ തലച്ചോറിലെ ബ്രെയിൻ സെൽസ് ഹെൽപ്പ് ചെയ്യും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രെയിനിൽ മാറ്റങ്ങൾ വരും. അതൊക്കെ നമുക്ക് ട്രെയിനിങ് സെഷനിലും നമ്മൾ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നതിലും കുറിക്ക് കൊള്ളുന്നതിനൊക്കെ സഹായിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള പഠനം, ഇവിടെ ലോകത്തുള്ള എല്ലാ പഠനങ്ങളും നല്ലത് തന്നെ. എപ്പോഴും ലേൺ ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയാലേ വിസ്ഡം ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയാം. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നമ്പർ 1 വിഷൻ, നമ്പർ 2 പർപ്പസ്, ആൻഡ് നമ്പർ 3 വിസ്ഡം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്, വിഷൻ, പർപ്പസ് ആൻഡ് വിസ്ഡം ഒന്ന് ടൈപ്പ് ചെയ്തേക്കൂ, ബുക്കിലേക്ക് എഴുതി വെക്കും. VPW എന്ന് കമന്റ് ചെയ്താൽ മതി. VPW, വിഷൻ, പർപ്പസ്, വിസ്ഡം. VPW. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. എഴുതി വെക്കൂ എന്നിട്ട് എല്ലാവരും. ആൻഡ് യു ഹാവ് ടു ആഫ്റ്റർ ദിസ് സെഷൻ ചിന്തിക്കണം, എന്താണ് ഞാൻ ചെയ്യാൻ പോണ വിഷൻ, എന്തിനാണ് ഞാൻ ഭൂമിയിൽ വന്നത്, പർപ്പസ്, എന്തൊക്കെയാണ് ഞാൻ ഇതുവരെ പഠിച്ചത്, ഇനി എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, വിസ്ഡം. എക്സലന്റ്, എക്സലന്റ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ ഫൈനലി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ, എന്താണ് പെർഫോമൻസ് നമ്മൾ പഠിച്ചു, പെർഫോമൻസ് ആക്ടിവിറ്റിയും ഡിഫറൻറ്റ് ആണെന്ന് മനസ്സിലാക്കി, വർക്കും പ്രൊഫഷനും ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കി, ഡൂയിങ് അല്ല ഡെലിവറിങ് റിസൾട്ട് ആണ് ചെയ്യേണ്ടതെന്ന് പിടികിട്ടി. ഇതിന് ആധാരമായിട്ട് നമുക്കൊരു വിഷൻ വേണം, പർപ്പസ് വേണം, വിസ്ഡം വേണമെന്ന് മനസ്സിലാക്കി. ഇനി നമ്മുടെ പെർഫോമൻസ് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അടുത്ത തലത്തിലേക്ക് ഉണ്ടാകാൻ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ വളർച്ച ജിയോമെട്രിക് ആയി മാറുന്നത്. അരിത്തമെറ്റിക് ഗ്രോത്തും ഉണ്ട്, ജിയോമെട്രിക് ഗ്രോത്തും ഉണ്ട്. അരിത്തമെറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അല്ലെങ്കിൽ 5, 10, 15, 20, 25. ഇതാണ് അരിത്തമെറ്റിക് ഗ്രോത്ത് അല്ലെ. 2, 4, 6, 8, 10. ഇതാണ് അരിത്തമെറ്റിക് ഗ്രോത്ത്. ജിയോമെട്രിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2, 4, 8, 16. ഓക്കെ, അല്ലെങ്കിൽ 5, 10, 20, 40 ഗുണിതങ്ങളായി പോകും. ഒന്ന് ഗുണിതങ്ങളായിട്ട് പോകും, മറ്റേത് കൂട്ടിക്കൂട്ടിയേ പോകും. അപ്പൊ നമ്മുടെ പെർഫോമൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്ലിയർ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ക്ലിയർ ആയ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. എന്താണ് എനിക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ? 2 തരം ആക്ടിവിറ്റീസ് ഉണ്ട്, എന്ന് എഴുതി വെച്ചോളൂ. ഒന്ന് RGയും 2 NRGയും. ഒന്ന് RG, 2 NRG. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. RG എന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന പ്രവർത്തനങ്ങൾ, അതാണ് RG. 2 നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി, നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാത്ത ആക്ടിവിറ്റി, വരുമാനം ഉണ്ടാക്കി തരാത്ത ആക്ടിവിറ്റി, സന്തോഷം ഉണ്ടാക്കി തരാത്ത ആക്ടിവിറ്റി, സ്നേഹം ഉണ്ടാക്കി തരാത്ത ആക്ടിവിറ്റി, ഒരു ഗുണമില്ലാത്ത ആക്ടിവിറ്റി, അതാണ് നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. നമ്മുടെ ലക്ഷ്യം, സ്വപ്നം, ആഗ്രഹം, അതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. നമ്മുടെ ലക്ഷ്യം, സ്വപ്നം, ആഗ്രഹങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ
റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളുടെ ജീവിതത്തിലെ 80% സമയം നമ്മൾ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് ചെലവഴിക്കണം. ഇപ്പോ ഒരു എന്താ പറയണേ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം റീൽസ് കാണാനല്ല ചെലവഴിക്കേണ്ടത്, റീൽസ് ഉണ്ടാക്കാനാണ് ചെലവഴിക്കേണ്ടത്. റീൽസ് ഉണ്ടാക്കിയിടുന്നതാണ് എന്റെ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. കണ്ടുകൊണ്ടിരിക്കുന്നത് നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതേസമയം എന്തൊക്കെയാണ് ഇപ്പം റീൽസിൽ ഉണ്ടായ മാറ്റങ്ങൾ പരിശോധിക്കാൻ റീൽസ് എടുത്ത് അനലൈസ് ചെയ്യുന്നത്, അത് റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ് റവന്യൂ ജനറേറ്റിംഗും നോൺ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് മാറ്റും. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഫാക്ടർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ക്ലിയർ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. നമുക്ക് എത്ര പേരെ പ്രോസ്പെക്ട് ചെയ്യണം, എത്ര പേരെ ഫോളോ അപ്പ് ചെയ്യണം, എത്ര പേരെ മീറ്റിംഗിൽ ഏതൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ ട്രെയിനിങ്ങിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഗോള് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യണം, ഡ്യൂപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കണം, ടീമിലുള്ള ആൾക്കാരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അതിന് ഓരോന്നും ലിസ്റ്റ് ചെയ്ത് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളുടെ 80% സമയവും നമ്മുടെ 80% ശക്തിയും അവിടെ ഫോക്കസ് ചെയ്യും. അതൊന്ന് നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചിട്ട് സെഷന് ശേഷം എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്ന്, വൈകിട്ട് 6:30ക്കും 7 മണിക്കും ഇടയ്ക്കായിട്ട് ഇന്ന് ഇന്റൻഷനോടെ ചെയ്ത 10 കാര്യങ്ങൾ എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യുക. 2, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് സ്വയം ആലോചിച്ച് ചിന്തിച്ച് എഴുതി വെക്കുക. 3, റവന്യൂ ജനറേറ്റിംഗ് ആയി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സമയം കൊല്ലികളായിട്ടുള്ള നോൺ റവന്യൂ ജനറേറ്റിംഗ് ഏതൊക്കെയാണെന്ന് പേപ്പറിൽ എഴുതി വെക്കുക. കാരണം എഴുതി വച്ചാലേ നമ്മുടെ തലച്ചോറ് പിടികിട്ടു, ചിന്തിക്കുന്ന സാധനങ്ങളൊക്കെ എയറിൽ പോവും. അത് എഴുതി വെച്ച് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവൂ, റിയലൈസ് ചെയ്യാൻ പറ്റൂ. സോ ഡു ദാറ്റ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. കാര്യം ഇത് ചെയ്യുമ്പോഴാണ് ഈ സെഷന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണത്. ഡു ദീസ് ആക്ടിവിറ്റീസ് വെരി സീരിയസ്. ഞാൻ ആദ്യം പറഞ്ഞു, ബി വെരി സീരിയസ്. സിന്ദഗി ദുബാര നഹി, ഇനി ഒരു ജന്മം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്, അപ്പൊ നമ്മളിവിടെ ഉണ്ട്. അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇവിടെ പോണതിന് മുമ്പ് കിഡ്ലൻ കോൺട്രിബ്യൂഷൻ നടത്തി പോകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ജീവിക്കുക. പർപ്പസിന് വേണ്ടി ജീവിക്കുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ വജ്രായുധമാണ്. പർപ്പസ് ഇല്ലാണ്ട് ജീവിച്ച കാര്യമില്ല. അത് ലക്ഷ്യമില്ലാണ്ട് പുറപ്പെട്ട കപ്പൽ പോലെ ആയിരിക്കും. അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, എവിടെയും പോകും, അവസാനം കടലിൽ വീഴും. ലക്ഷ്യത്തോടുകൂടി പോകുന്ന കപ്പലാണ്. കാരണം നമ്മുടെ കപ്പലിൽ ഒത്തിരി ആൾക്കാരുണ്ട്, അവരെയും ലക്ഷ്യത്തിൽ എത്തിക്കണം. അവരെയും നടുക്കടലിൽ കൊണ്ട് കളയാൻ പറ്റില്ല. സോ ബി സീരിയസ്. നൗ മെഷറിംഗ് റിസൾട്ട് നോട്ട് ടൈം. ഞാൻ എന്തോരം പണിയെടുത്തു എന്നുള്ളതിലല്ല കാര്യം, ഞാൻ എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതിലെ കാര്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ കുഞ്ഞിലോട്ടുള്ള ശീലമാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചാണ് പക്ഷെ പരീക്ഷ തോറ്റി. അപ്പോ റിസൾട്ട് ക്രിയേഷൻ മാന്യമായി ഇല്ലോട്ടെ, കോപ്പി അടിച്ചല്ല, മാന്യമായി ജയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. തോറ്റവും തെറ്റൊന്നുമല്ല, തോറ്റവും നിന്ന് പഠിച്ചിട്ട് നമ്മൾ ശരിയാക്കി എടുത്താൽ മതി. പക്ഷെ റിസൾട്ടിലായിരിക്കണം നമ്മുടെ ഫോക്കസ്, ചെയ്യുന്ന പ്രവർത്തനത്തിലായിരിക്കരുത്. ഫോക്കസ് ഷുഡ് ബി ഓൺ ദ റിസൾട്ട്. എന്നിട്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പൊ അതിന് നമ്മൾ തയ്യാറാവണം. ആൻഡ് സക്സസ് എത്ര മണിക്കൂർ പണിയെടുത്തു എന്നുള്ളതല്ല, എന്ത് റിസൾട്ട്, എന്ത് ഔട്ട്കം ക്രിയേറ്റ് എന്നുള്ളതാണ്. ഒരാള് രാവിലെ ഓഫീസിൽ വരുന്നു, മേശപ്പുറമൊക്കെ വൃത്തിയാക്കി വെക്കുന്നു, രാവിലെ വരുന്നു, ഉടനെ അദ്ദേഹത്തിന് ലിസ്റ്റ് എടുക്കുന്നു, 50 പേരെ ഫോം വിളിക്കുന്നു, എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു. ആഴ്ച അവസാനം ആവുന്നിടത്ത് 5 പേരെ പുള്ളി ക്ലോസ് ചെയ്യുന്നു. ഡെയിലി രാവിലെ വന്ന് കൃത്യസമയത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് 50 പേരെ ഫോം വിളിച്ച്. മറ്റേ ആളോ, അയാൾ ഈ പറഞ്ഞ പോലെ സമയത്ത് വരുന്നു, വന്നതിന് ശേഷം 50 പേരെ ഒന്നും വിളിക്കണില്ല. 50 പേരിൽ എനിക്ക് പറ്റിയ ടാർഗറ്റ് കസ്റ്റമർ ആരൊക്കെയാ? 10. ആ 10 പേരുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, ആ 10 പേരുടെ അടുത്ത് കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അവന് ആഴ്ചയിൽ 50 റിസൾട്ട്. ആരാം എടുക്കാൻ? മറ്റേ ആളെന്താ ചിന്തിക്കണം, ഞാൻ രാവിലെ തൊട്ട് 50 പേരെ വിളിച്ചു, 5 ക്ലോസിങ് എനിക്കുള്ളൂ. അവനെ കണ്ട, അവൻ 10 പേരെ കുറച്ച് വിളിച്ചോളൂ, പക്ഷെ അവന് 50 റിസൾട്ട്. ഇതെങ്ങനെ ശരിയാവണേ? പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചത്? ഒരാള് കൃത്യമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്, മറ്റേ ആള് പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഒരാള് എവിടെ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എന്തിന് സംസാരിക്കണം എന്നുള്ളത് ചിന്തിച്ചിട്ട് സംസാരിച്ചു. മറ്റേ ആള് തലങ്ങും വിലങ്ങും വിളിച്ച് സംസാരിച്ചു.
എന്ത് ചെയ്താലും പ്ലാൻ ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ തത്വം. സോ പ്രയോറിറ്റി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് റിസൾട്ടിന് ഫോക്കസ് ചെയ്യുക, നെവർ ഫോക്കസ് ഓൺ ടൈം. ആൻഡ് ഫൈനലി ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കുക. നമ്മൾ എന്ത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് റിസൾട്ട് കിട്ടിയെന്ന് പരിശോധിക്കുക. അതിനുശേഷം അതിന് മാറ്റം വരുത്തി വീണ്ടും ചെയ്യാൻ തയ്യാറാവും. ഞാൻ ഒരു രീതി ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യൂ, ഞാനാണ് ശരി എന്ന് ചിന്തിക്കാതെ ചെയ്തൊരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്ത് ചെയ്യാൻ തയ്യാറാവും. അതാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ആക്ഷൻ എടുക്കുക, റിസൾട്ട് ഉണ്ടാക്കുക, പരിശോധിക്കുക, അഡ്ജസ്റ്റ്മെന്റ്സിന് വിധേയമാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ റിസൾട്ടിനെ, നമ്മുടെ പെർഫോമൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിലവിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് പോകാൻ എക്സ്ട്രാ വേണം. ആ എക്സ്ട്രാ എന്ന് പറയുന്നത് ഇന്റൻഷന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവണതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന 10 ആക്ടിവിറ്റീസിൽ ഇന്റൻഷനലായി എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. നമ്പർ 2 ആക്ടിവിറ്റി പെർഫോമൻസ് രണ്ടാണ്. അതുപോലെ വർക്കും പ്രൊഫഷനും രണ്ടാണ്. ഒന്ന് സർവൈവലാണ്, മറ്റേ എക്സലൻസ് ആണ്. ഒന്ന് സാമ്പാർ ഉണ്ടാക്കലാണ്. മറ്റേത് കഴിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സന്തോഷമായി കഴിക്കുന്ന സാമ്പാറാണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റിസൾട്ട് ആണ്. 5 ഫാക്ടേഴ്സ് ഉണ്ട്. സമയം, എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത്, എൻവയോൺമെന്റ്, എന്റെ മാനസികാവസ്ഥ കറക്റ്റ് ആണോ, റെഡിനെസ്, ഞാൻ തയ്യാറാണോ, ക്ലാരിറ്റി, എനിക്ക് കൃത്യമായി ആ ഒരു ഗോൾ തലേ വെച്ചാണോ ഞാൻ സംസാരിക്കണത്, ഫീഡ്ബാക്ക്, ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത്രയും കാര്യം നമ്മൾ പരിശോധിക്കണം. ആൻഡ് ദെൻ വിഷൻ ഉണ്ടാക്കണം. നമ്മളൊരു മനുഷ്യനായി പറഞ്ഞതുകൊണ്ട് പർപ്പസ് ജീവിക്കുമ്പോൾ വേണം വിസ്ഡം ഉണ്ടാക്കണം, മറ്റുള്ള ആൾക്കാർക്ക് പകരണം. നമ്മുടെ പെർഫോമൻസിനെ 10 മടങ്ങാക്കാൻ, ഗുണിതങ്ങളാക്കാൻ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. എന്താണ് എന്റെ പ്രയോറിറ്റി, എന്താണ് എന്റെ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാക്കണം. ആൻഡ് റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യണം. എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ വേണം നമ്മൾ പ്രവർത്തനം കാഴ്ചവെക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ஸோ நாம இந்த ட்ரைனிங்ல நம்ம விஷயம் என்ன பெர்ஃபார்மன்ஸை எப்படி அதிகரிக்கலாம், அந்த பெர்ஃபார்மன்ஸை மல்டிப்ளை பண்றதுக்கு என்ன எல்லாம் தேவை, அதுதான் இந்த செஷன்ல நாம சொல்ல போற விஷயம். அதுதான் நாம எல்லாம் சொல்லியது. இந்த பெர்ஃபார்மன்ஸ் நெக்ஸ்ட் லெவல் ஆகிறதுக்கு நம்ம சம்திங் எக்ஸ்ட்ரா பண்ணணும். அது நம்ம மனம் இல்லையா, அந்த மனத்தை கூட ஆட் பண்ணித்தான் நாம என்ன ஒர்க் செஞ்சாலும் அது செய்யணும். அதுதான் ஃபர்ஸ்ட் நம்ம டாக் பண்ணியது. அதுக்கப்புறம் எல்லா ஆக்டிவிட்டிஸும் பெர்ஃபார்மன்ஸ் அல்ல. ஆக்டிவிட்டி அந்த டைம்ல ஜஸ்ட் பண்ணி தான் போயிட்டு இருக்கு. ஆனா பெர்ஃபார்மன்ஸ் ஆகும் டைம்ல அந்த ஆக்டிவிட்டி பிளஸ் அந்த மனதோடு இருக்கிற அந்த இன்டென்ஷன் இருக்கு. அதுதான் அங்க டிஃபரன்ஸா வருகிறது. பெர்ஃபார்மன்ஸ்ல ஒரு ப்ரீ டிட்டர்மின்ட் ஸ்டாண்டர்ட் இருக்கு. அது ரொம்ப முக்கியம். அந்த ஸ்டாண்டர்டை வச்சு தான் நம்ம ரிசல்ட் ப்ரொடியூஸ் பண்ணணும். கிளியரா? அந்த மாதிரி நம்ம என்ன பண்ணாலும் அந்த ஸ்டாண்டர்ட்ஸை வச்சு நம்மள ரிசல்ட்டை உருவாக்கணும். அதுக்கப்புறம் இந்த மாதிரி நம்மள சக்சஸ் ஆகுறதுக்கு, நம்ம பெர்ஃபார்மன்ஸ் நல்லா மாற்றுறதுக்கு நமக்கு ஒரு விஷயம் வேணும். நான் எதுக்காக பிறந்தேன், அந்த பொறப்புக்கு என்ன விஷயம் தான் நான் பண்ணணும், இந்த உலகத்தோடு விடப்படுற டைம்ல நம்மால என்ன எல்லாம் செய்ய முடியும், அதுக்காக ஒரு விஷன் ஸ்டேட்மெண்ட் ரைட் பண்ணணும். அதுக்கப்புறம் பர்பஸ் வேணும். நாம் எதுக்காக வாழ்ந்துட்டு இருக்கு, ஒரு பர்பஸ் வேணும். அதுக்கு மட்டும் இல்லாம ஒரு விஸ்டம் வேணும். விஸ்டம் நாம என்ன எல்லாம் லேர்ன் பண்ணிட்டு இருக்கு, என்ன எல்லாம் கத்திட்டு இருக்கு, அதை எப்படி எல்லாம் கொடுக்கலாம், அதை பற்றி நிஜமார்ந்த ஒரு தெளிவார்ந்த அண்டர்ஸ்டாண்டிங் வேணும். அதுக்கப்புறம் நெக்ஸ்ட் லெவலுக்கு பெர்ஃபார்மன்ஸ் போகிறதுக்காக நாம என்ன எல்லாம் விஷயத்துக்கு ப்ரையாரிட்டி வேணும். அங்க ரெவென்யூ ஜெனரேட் பண்றது என்ன எல்லாம் ஆக்டிவிட்டி, நான் ரெவென்யூ ஜெனரேட்டிங் எதையெல்லாம் ஆக்டிவிட்டி, அதை பற்றி ஒரு தெளிவார்ந்த அண்டர்ஸ்டாண்டிங் வேணும். ரிசல்ட் மட்டும் தான் இம்பார்ட்டன்ட். எத்தனை டைம் நாம உழைப்படுத்துது இம்பார்ட்டன்ட் அல்ல, என்ன ரிசல்ட் ப்ரொடியூஸ் பண்றது அதுதான் இம்பார்ட்டன்ட். அதுக்கப்புறம் என்ன பண்றாலும் அதுக்கப்புறம் ஒரு ஃபீட்பேக் எடுக்கணும். நம்ம லீடர்ஸோட ஃபீட்பேக், நம்மோட ஒரு மிரர் மாதிரி ஒரு ஃபீட்பேக், இதெல்லாம் எடுக்கணும். இதை பத்தி தான் நாம பேசுறது. தேங்க்யூ வெரி மச் அண்ட் ஓவர் டு